മുരാരി ബാബു, എസ് ശ്രീകുമാർ, ഡി സുധീഷ് കുമാർ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടെടുക്കാൻ കൂട്ടുനിന്നവരെന്ന് SIT കണ്ടെത്തി തുറുങ്കിലടച്ചവരാണ്. ഇവർ 3 പേരും ജാമ്യം കിട്ടി ഇപ്പോൾ പുറത്താണ്. വൻകൊള്ളയുടെ മുഖ്യ സൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കമുള്ളവർ ജാമ്യത്തിനായി ക്യൂവിലാണ്. അറസ്റ്റ് നടന്ന 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം കോടതിയിലെത്താത്തതാണ് പ്രതികൾക്ക് വിനയായത്. ഇപ്പോൾ പിടിയിലായവർക്ക് പുറമെ ഇനിയും തങ്ങളുടെ റഡാറിൽ ആളുകളുണ്ട് എന്ന് കോടതിയിൽ പറഞ്ഞ SIT പിന്നെ അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിട്ടുമില്ല. പഴുതുകളില്ലാത്ത കുറ്റപത്രം നൽകുന്നതിന് തെളിവുകളുടെ അഭാവമാണ് തടസ്സമെന്ന് കരുതുന്നവരുണ്ട്. നഷ്ടപ്പെട്ടുവെന്ന് കരുതുന്ന സ്വർണം പൂർണ്ണമായും കണ്ടെത്താനായിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കാൻ കാലതാമസം എടുക്കുന്നതിന് ഹൈക്കോടതിയിലെ കയ്യിൽ നിന്നും കണക്കിന് കേട്ടിട്ടുണ്ട് അന്വേഷണ സംഘം. അതിനിടെ വൻ സ്രാവുകൾ വലയിലാകാതിരിക്കാൻ SITക്ക് സർക്കാർ പൂട്ടിട്ടു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സഭയിൽ കത്തിക്കേറിയ പ്രതിഷേധം ഇന്നുമുണ്ടായി. സ്പീക്കറുടെ തൊട്ടടുത്ത് ഡയസ് വരെ ചാടിക്കടന്ന് പ്രതിഷേധം എത്തുകയായിരുന്നു. സഭാ കവാടത്തിലെ സമരം ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു. EDയെ വിട്ട് കേന്ദ്രവും പണി തുടങ്ങിയിട്ടുണ്ട്. തെരുവിൽ യുവമോർച്ചക്കാരും ഇന്ന് സമരം കത്തിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനെ പൊള്ളിക്കുന്ന വിഷയമായി സ്വർണ്ണക്കൊള്ള മാറുമ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിൽ സർക്കാരിന് എന്ത് കാര്യമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഇന്നും കേട്ട പ്രതിരോധം. ഒപ്പം സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം കാട്ടിയുള്ള മറുപടിയും. രാഷ്ട്രീയ പോരിങ്ങനെ കത്തിപ്പടരുമ്പോഴാണ് മറുവശത്ത് പ്രതികൾ ഓരോരുത്തരായി ജാമ്യം തേടി പുറത്തിറങ്ങുന്നത്. ഇനിയും എത്ര നാളെടുക്കും കുറ്റപത്രം കോടതിയിലെത്താൻ? SITക്ക് മുന്നിലെ തടസ്സങ്ങൾ എന്താണ്? പോറ്റിയവരിൽ ഇനിയും പിടിവിടാൻ ആരൊക്കെ ബാക്കിയുണ്ട്? കട്ടവർ പുറത്തേക്കോ എന്നതാണ് ചോദ്യം. CPIM MLA H സലാം, കോൺഗ്രസ് MLA റോജി M ജോൺ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, സുപ്രീംകോടതി അഭിഭാഷകൻ, ശ്രീ TK രാജഗോപാൽ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, മധു മണിമല, അഖില ഭാരതീയ അയ്യപ്പ ധർമ്മ പ്രചാര സഭയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എന്നിവരാണ് ചർച്ചയിൽ ഉള്ളത്. ആദ്യം ഞാൻ റോജിയിലേക്ക് പോവുകയാണ്. റോജി, ഇന്ന് സഭയിൽ നടന്ന കാര്യങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. സഭയിൽ പ്രതിപക്ഷം ഇന്ന് കാണിച്ച പ്രതിഷേധം, അതിൽ പ്രധാനമായും പറയുന്നത് സർക്കാരാണ് SITയെ, അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ്. എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നത്? ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരത്തിൽ തന്നെയാണ്. ഞങ്ങളുടെ സമരം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ചില ആവശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന്, ഇതിനകത്ത് ഭരണപക്ഷം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ഇത് ചർച്ച ചെയ്യാമെന്നാണ്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ടത്? ഇതിനകത്ത് കടകംപള്ളിക്കാണോ കൂടുതൽ കിട്ടിയത്, അതോ വാസവൻ ആണോ കൂടുതൽ കിട്ടിയത് സ്വർണം, അല്ലെങ്കിൽ പോറ്റി സ്വർണം എവിടെ കൊണ്ടുപോയി എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ CPMന്റെ നേതാക്കളെല്ലാവരും ഇതിനകത്ത് കൃത്യമായി പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. അതുപോലെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രനും അതിനുശേഷം 2019 ശബരിമലയിലെ സ്വർണം കളവ് ചെയ്ത അതേ മാതൃകയിൽ 2024 ശബരിമലയിൽ സ്വർണം കളവ് നടത്തുവാൻ വേണ്ടിയിട്ട് കളമൊരുക്കിയ ദേവസ്വം ബോർഡ്, അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ദേവസ്വം മന്ത്രിയായിട്ടുള്ള ശ്രീ VN വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അവര് രാജിവെക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചയുടെയും ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും കേരള സമൂഹത്തിന് മുമ്പിൽ സുവ്യക്തമാണ്. അതുകൊണ്ട് ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ രാജിവെക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ സമരം ചെയ്യുന്നത്. ആ സമരത്തിന്റെ ഭാഗമായി ഇനി താങ്കൾ ചോദിച്ച ചോദ്യം, ഞങ്ങൾ എന്താണ് സർക്കാർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇതിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതും ആ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നത് ഇതേ സർക്കാർ തന്നെയാണ്. ഇവിടെ SITയെ സംബന്ധിച്ച് കോടതിയുടെ മേൽനോട്ടത്തിലാണ്, കോടതിയാണ് SITയെ രൂപീകരിച്ചത്. പക്ഷെ നമ്മൾ എന്താ കാണേണ്ടത്? അതേ കോടതി തന്നെ, ഹൈക്കോടതി തന്നെ SITയുടെ അന്വേഷണത്തിന് കൂച്ചുവിലങ്ങിട്ടിരിക്കുകയാണ്. തീയതി വെച്ച് SITയുടെ അന്വേഷണം മന്ദഗതിയിലാണ്. ഇവര് കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ കാലതാമസം ഉണ്ടാവുന്നു. കുറ്റപത്രം സമർപ്പിക്കാതെ വന്നാൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അത് ജനങ്ങളുടെ ഇടയിൽ സംശയത്തിന് ഉളവാക്കും എന്ന് ഹൈക്കോടതി തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ആരാണ് SITക്ക് കൂച്ചുവിലങ്ങിടുന്നത്? SITക്ക് കൂച്ചുവിലങ്ങിടുന്നത് പ്രതിപക്ഷമാണോ? ഇവിടെ നമ്മൾ കാണുന്ന കാര്യം, സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷയ്ക്ക് പോയപ്പോൾ അയ്യപ്പന്റെ സ്വർണം കൊട്ട ആളുകള് ജാമ്യാപേക്ഷയുമായി വന്നിരിക്കുന്നു എന്ന് സുപ്രീം കോടതി ചോദിച്ച് സുപ്രീം കോടതി പോലും ജാമ്യം കൊടുക്കാൻ വിസമ്മതിച്ച പ്രതികൾ 90 ദിവസത്തിന് ശേഷം സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വരുന്ന അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ അന്വേഷണത്തിൽ സർക്കാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസും കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഇവിടെ ഈ അന്വേഷണത്തിന് തടയിടുവാനായിട്ട് അതിന്റെ ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നതിന് വിഘാതം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ വ്യക്തമല്ലേ?
അതല്ലേ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ആവർത്തിച്ച് SIT-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു കാര്യമാണ്, ഇതിന്റെ രജിസ്റ്റർ, ഈ സ്വർണം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ രജിസ്റ്റർ തിരുത്തിയത് പത്മകുമാർ ആണ് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യമാണ്. ആ പത്മകുമാറിന്റെ ഫിംഗർ പ്രിന്റ് രാസപരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത് 3 ദിവസം മുമ്പ് മാത്രമാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഏത് നിലയ്ക്കാണ്, എപ്പോഴാണ് ഇതിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുവാനായിട്ട് SIT തയ്യാറാവുക എന്ന് വെച്ചാൽ, ഒരർത്ഥത്തിൽ നമ്മൾ ഇതിന്റെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് SIT-യുടെ അന്വേഷണത്തിന് എവിടെയൊക്കെയോ തടസ്സങ്ങൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എവിടെയൊക്കെയോ അത് മന്ദഗതിയിലാകുന്നു, അതിന് കൂച്ചുവിലങ്ങിടാനുള്ള ശ്രമം ഉണ്ടാകുന്നു. ആരാണ് അതിന് കൂച്ചുവിലങ്ങിടുന്നത്? അത് സർക്കാരുമായിട്ടും ആഭ്യന്തര വകുപ്പുമായും ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് ഇതിന് കൂച്ചുവിലങ്ങിടുന്നത്. കാരണം ഈ കേസിൽ പ്രതികളായ ആളുകൾ മുഴുവനും CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാരാണ്. അപ്പോൾ അത്തരത്തിൽ കോടതി തന്നെ പറയുകയാണ്, ഈ പ്രതികളെല്ലാം സ്വാഭാവിക ജാമ്യം കെട്ടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇനി നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടുത്ത ദിവസങ്ങളിൽ ജാമ്യം കെട്ടി പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാവും. ഇവരെല്ലാവരും, ഈ പ്രതികളെല്ലാവരും ജാമ്യം കെട്ടി പുറത്തു വന്നാൽ പിന്നെ ഈ കേസിന്റെ ഗതി എന്താവും? ഈ കേസ് തേച്ചു മായ്ച്ചു കളയാൻ ഏറ്റവും എളുപ്പമുള്ള ഒന്നായി മാറുന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ അയ്യപ്പന്റെ സ്വർണം കെട്ട ആളുകള് ഈ കേസിൽ നിരപരാധികൾ എന്ന് പറയാൻ പറ്റില്ല. അവർ ഈ അന്വേഷണ സംഘത്തിന്റെ അവര് ലാഘവ ബുദ്ധിയോടുകൂടി അന്വേഷണത്തെ കാണുന്നത് കൊണ്ട്, സമീപിക്കുന്നത് കൊണ്ട്, കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് അവരെല്ലാവരും ജാമ്യം കിട്ടി പുറത്തിറങ്ങി അവർ മാന്യന്മാരായി വിലസുന്നതും, അവർ തുടർന്നങ്ങോട്ട് ഈ അന്വേഷണത്തെ കൂടുതലായിട്ട് തടസ്സം ചെയ്യാൻ പോകുന്ന ഒരു കാഴ്ചയും, അല്ലെങ്കിൽ തെളിവുകൾ ഉൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ പോവുകയാണ്. അപ്പൊ ആ നിലയിലേക്ക് ഈ അന്വേഷണത്തെ കൊണ്ടെത്തിച്ച ആരാണ്? ഈ സർക്കാർ തന്നെയാണ് അതിന് ഉത്തരവാദികൾ. അതിനെതിരായിട്ടുള്ള സമരമാണ് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. കാരണം ജനങ്ങൾ ഉൾപ്പെടെ, കോടതി ഉൾപ്പെടെ ഇത്ര വിമർശനം ഉന്നയിക്കുന്നു. ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ഇത്രയും വലിയ ഒരു കളവ് നടത്തിയ ആളുകൾ, ഇത്രയും വലിയ ഒരു കൊള്ള സംഘമായി പ്രവർത്തിച്ച ആളുകൾ ഈ അന്വേഷണത്തിലെ പോരായ്മ കൊണ്ട് മാത്രം അവർ പുറത്തു വരുന്നു എന്ന് പറഞ്ഞാൽ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായ സമരം നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തുന്നത്. ശരി, ശ്രീ എച്ച് സലാം, ഇപ്പോൾ റോജി പറഞ്ഞത് അങ്ങ് കേട്ടല്ലോ. സർക്കാരിന്റെ ഇടപെടലുണ്ട് എന്നുള്ള ആരോപണം, പത്മകുമാറുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ തിരുത്തിയതിന്റെ തെളിവുകൾ വളരെ മുൻപ് തന്നെ ലഭിച്ചതാണ്. അതൊക്കെ അന്ന് തന്നെ വാർത്തയായതുമാണ്. പക്ഷേ അത് അതിന്റെ ഫോറൻസിക് പരിശോധന 3 ദിവസം മുൻപ് മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് പിന്നിൽ? അത് സംശയിക്കാൻ കാരണങ്ങളുണ്ട്. കാരണം പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാവാണ്. ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി പത്മകുമാർ തുടരുകയാണ്. എന്താണ് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് എന്ന നിരന്തരമായ ചോദ്യങ്ങൾ ഉയരുമ്പോഴും അത് ഞങ്ങൾ സമയമാകുമ്പോൾ ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ പത്മകുമാറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തോ ഒരു താല്പര്യമുണ്ടെന്ന് സംശയിക്കാം. ആ താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണോ ഈ രജിസ്റ്റർ തിരുത്തിയത് പരിശോധിക്കാൻ ഇത്ര സമയമെടുത്തത് എന്നുള്ള ചോദ്യം. അപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതവിടെ നടക്കുമ്പോഴും ഇവിടെ നിന്നും സമ്മർദ്ദമുണ്ട് എന്ന ആരോപണം ഉണ്ടാകുമ്പോൾ അതിൽ കുറച്ചുകൂടി വ്യക്തമായ മറുപടി വേണ്ടതുണ്ട് ഭരണപക്ഷത്തിൽ നിന്നും. അതിനു മുമ്പ് ഈ ചർച്ച തുടങ്ങിയതും എന്നെ ക്ഷണിച്ചതും നിയമസഭയിലെ കാര്യങ്ങൾ എന്നുകൂടി പറഞ്ഞിട്ടാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അതിൽ ആദ്യ ഭാഗത്ത് ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി നിയമസഭാ അംഗം കൂടിയായ പ്രിയപ്പെട്ട റോജി അദ്ദേഹം സംസാരിച്ചപ്പോൾ നിയമസഭയ്ക്കുള്ളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അവസരം ഉപയോഗിക്കാത്തതിനെ കുറിച്ച് വളരെ നിസ്സാരമായിട്ട് അദ്ദേഹം സംസാരിച്ചു. സാധാരണ നിയമസഭയ്ക്കകത്ത് ബഹളവും പ്രശ്നവും ഉണ്ടാകുന്നത് അത് നിയമസഭയിൽ പ്രതിപക്ഷ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ സഭയിലെ അംഗങ്ങൾക്ക് അവരുടെ അവകാശം നിഷേധിക്കപ്പെടുന്ന സമയത്താണ് പലപ്പോഴും ഇത്തരം ബഹളവും കോലാഹലവും ഉണ്ടാകുന്നത്. ഇവിടെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നൊരു പ്രശ്നം ഇന്നത്തെ സഭയിലും അല്ലെങ്കിൽ ഈ സഭ ചേരുമ്പോഴും കഴിഞ്ഞ സഭ ചേരുമ്പോഴും ആ സമയം തൊട്ടേ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയം തൊട്ടേ കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാട് ഈ വിഷയത്തിന്മേലെ സഭയിൽ ഒരു ചർച്ചയ്ക്ക് അവസരമൊരുക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ പറ്റുന്ന കാര്യം. പ്രതിപക്ഷത്തിന് നമ്മുടെ സഭാ ചട്ടമനുസരിച്ച് ലഭിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു അവസരം എന്ന് പറയുന്നത് റൂൾ 50 ബാക്കി എല്ലാ സഭാ നടപടിയും നിർത്തിവെച്ചിട്ട് ചർച്ച നടത്താൻ കഴിയുന്ന ഒരു വേദിയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ റോജി സംസാരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് പുറത്ത് സംസാരിക്കുമ്പോഴും ഞങ്ങൾ ചർച്ചയ്ക്കില്ല? ശ്രീ കുഞ്ഞാലിക്കുട്ടി, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി ഉപനേതാവ്, അദ്ദേഹം സംസാരിച്ചപ്പോൾ അന്ന് പറഞ്ഞത് ഇത് ചർച്ച ചെയ്ത് ഡൈല്യൂട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ്. നമ്മുടെ മുന്നിലെ ഒരു ഗൗരവതരമായ പ്രശ്നമാണെങ്കിൽ ആ ഗൗരവമേറിയ പ്രശ്നം ഏറ്റവും നന്നായും സത്യസന്ധമായും ചർച്ച നടത്താൻ പറ്റുന്ന വേദി നിയമസഭയാണ്. ആ നിയമസഭ ചേരുന്ന സമയത്ത്
നിയമസഭാ അംഗങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ ഭാഗം ഭരണപക്ഷം അത് ചർച്ചയ്ക്ക് വേദി ഒരുക്കുക എന്നുള്ളതിൻ്റെ സുപ്രധാനമായ ഒരിടം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം അത് ചെയ്യാത്തതിൻ്റെ കാരണം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും റൂൾ 50 അനുസരിച്ച് നോട്ടീസ് കൊടുത്ത് ചർച്ചയ്ക്ക് വിധേയപ്പെട്ട ഗവൺമെൻറ് തയ്യാറാണെന്ന് പറഞ്ഞല്ലോ. തയ്യാറായാൽ ചർച്ച നടത്തും. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്ന ശേഷം മാത്രം 18 അടിയന്തര പ്രമേയം ചർച്ച ചെയ്തു. 2 സർക്കാരിന് നോക്കുമ്പോഴത്തേക്കാണ്ട് 24 ചർച്ച ചെയ്തു നമ്മുടെ സഭയിൽ. റെക്കോർഡാണ്. ഈ സർക്കാരിൻ്റെ കാലം കേരള നിയമസഭാ ചരിത്രത്തിലെ റെക്കോർഡാണ്. പ്രതിപക്ഷം കൊണ്ടുവന്ന് നോട്ടീസ് അനുസരിച്ചിട്ട് 18 ചർച്ച ചെയ്തു. 19ാമത്തെ ചർച്ച ചെയ്യാത്തതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ മനസ്സിൽ പുകമറ സൃഷ്ടിക്കണം. ഈ കേസുമായി ബന്ധപ്പെട്ട തെറ്റും ശരിയും ജനങ്ങൾക്ക് സ്വയം വകതിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിൽ ഭരണപക്ഷ നിലപാടുകളും പ്രതിപക്ഷ നിലപാടുകളും വ്യക്തമാകുന്ന വിധത്തിലേക്കുള്ള ഒരു പ്രധാന വേദിയായി ഈ നിയമസഭാ വേദിയുടെ അവസരത്തെ ഉപയോഗപ്പെടുത്തേണ്ടതില്ല എന്ന് UDF തീരുമാനിക്കുന്നതിന് കാരണം ഇവർ പറയുന്ന കള്ളത്തരങ്ങൾ വീണ്ടും പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ചർച്ച ചെയ്യാത്തത്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടീസ് കൊടുക്കുമ്പോൾ ഭരണപക്ഷം ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനി ചർച്ചയില്ല, ഞങ്ങൾ സമരത്തിലാണ്, സഭയ്ക്ക് അകത്തും പുറത്തും എന്നുള്ള കാര്യം പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സംയമനത്തോടു കൂടി ഒരു കൊള്ളയിൽ ചർച്ച നടത്താമെന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ ഒരു വലിയ പ്രതീക്ഷയല്ലേ? അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയുണ്ടോ? ഒന്നാമത് സമയമില്ല, പ്രതികൾ ഇതാ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല സ്വസ്ഥമായി ഇരുന്ന് മണിക്കൂറുകളോളം ചർച്ച ഒന്ന് പറഞ്ഞോട്ടെ പൂർത്തിയാക്കട്ടെ. ചർച്ച നടത്തി നമുക്ക് പരിഹരിക്കാം എന്നുള്ള ഇത്രയും ക്ഷമയോടുകൂടിയുള്ള ഒരു നിലപാട് നിങ്ങൾ ഈ വിഷയത്തിൽ എടുക്കുന്നു. ഇനി ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന വിഷയങ്ങളോ നിങ്ങൾക്കത് താല്പര്യമില്ല. ഇന്നലെ പരോളുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അതിന് അടിയന്തര പ്രാധാന്യമില്ല, ഇപ്പോഴല്ല, നിങ്ങൾ നേരത്തെ ഉന്നയിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. അതല്ല ഞാൻ പറയുന്നത്, ഭരണപക്ഷം തീരുമാനിക്കും ഏതാണ് അടിയന്തര പ്രാധാന്യമുള്ളത്, എപ്പോൾ ചർച്ച ചെയ്യണം. അപ്പോൾ ഭരണപക്ഷം തീരുമാനിക്കുന്നതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നതാണ് ആ പറയുന്നതിലൂടെ ഒരു മെസ്സേജായി പുറത്തേക്ക് വരുന്നത്. നമുക്ക് ഈ എത്ര കാര്യങ്ങളിൽ ഇപ്പോൾ ചർച്ച സംഘടിപ്പിച്ചു എന്നടക്കമുള്ള വിശാലമായ ചർച്ചയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് ദയവേത് ശ്രീ സലാം നമ്മുടെ വിഷയത്തിലേക്ക് വരിക. അതല്ല, സ്മൃതി എപ്പോൾ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അതൊന്നുകൂടി പറഞ്ഞേ പറ്റുള്ളൂ. ഭരണപക്ഷ താല്പര്യമില്ല എന്ന് എന്താ പറയുന്നത്? ഈ ഗവൺമെൻറ് കാലത്താണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ സ്മൃതി എത്ര കാലമായി മാധ്യമപ്രവർത്തകയായിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ ഈ കേരളത്തിലെ നിയമസഭയിൽ എത്ര അടിയന്തര പ്രമേയം ചർച്ച നടത്തിയിട്ടുണ്ട്? അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടത്തിയ ഗവൺമെൻറ് ഈ സർക്കാരിൻ്റെ കാലത്താണ്. എല്ലാ ദിവസവും നോട്ടീസോടെ ചർച്ച ചെയ്യുന്നു. ഞാൻ പറയുന്നത് ഇത്ര ഗൗരവത്തോടെ കാണുന്നു എന്ന് പറയുന്ന പ്രശ്നം ചർച്ചയിൽ നിന്ന് വഴിമാറി പോകുന്നതിൻ്റെ അല്ലെ ഒഴിഞ്ഞു മാറുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ സത്യം വെളിച്ചത്ത് വരുന്നതുകൊണ്ടാണ്. അതെങ്ങനെയാണ് ഇപ്പോൾ SIT കണ്ടെത്താൻ കഴിയാത്ത സത്യം സഭയിൽ തെളിച്ചു വരുന്നുവെന്നാണോ? സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞു അല്ലേ? പാളികൾ കൊണ്ടുപോയി, കട്ടിളപ്പാളി കൊണ്ടുപോയി അല്ലേ? പാളികൾ പോയി എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ആരാണ് കൊണ്ടുപോയത് എന്ന് SIT മനസ്സിലാക്കി കുറെ പേരെ അകത്താക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ പിന്നെ എന്താണ് ചർച്ച? ആരുടെ കാലയളവിലാണ് എന്നതും വ്യക്തമായിരിക്കുകയാണല്ലോ. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ആവശ്യപ്പെട്ടത് ഏത് കാലയളവിലെ പരിശോധന വേണമെന്ന് കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളാണ് ആ വിഷയം കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ ചർച്ചയാക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ UDF ഭരണകാലത്തെ മറ്റ് അഴിമതി വിവരങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വിശാല ചർച്ചയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്കിപ്പോൾ ശബരിമലയിലെ സ്വർണം പോയതിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ചർച്ച, ബാക്കി പരിശോധിക്കാമെന്നേ. അത് നിങ്ങൾക്ക് അത് മാത്രം മതിയായിരിക്കും. പക്ഷെ കോടതി പറഞ്ഞ അങ്ങനെ അല്ലല്ലോ. എന്താണ് ഒരു കടന്നൽ കൂട് തുറന്ന പോലെയായി? അല്ലല്ല, 2019 മുതലുള്ളതാണ് പരിശോധിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കോടതി ഏറ്റവും അവസാനത്തെ കോടതി ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടപ്പോൾ കോടതി പറഞ്ഞ പരാമർശം വായിച്ചു നോക്കിക്കോ. എന്താണ് കോടതി പറഞ്ഞേക്കുന്നത്? SIT എന്താണ് അന്വേഷിക്കുന്നത്? SITക്ക് കൊടുത്തിരിക്കുന്ന ഈ ചുരുങ്ങിയ സമയത്തിൽ SIT എന്താണ് അന്വേഷിക്കുന്നത്? അങ്ങ് പറയൂ. കോടതിയിലെ പരാമർശം നോക്കുകയാണെങ്കിൽ വേറെ പരാമർശങ്ങളുണ്ടല്ലോ. സ്വർണം കെട്ടവരല്ലേ, ജാമ്യം തരില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞതുണ്ടല്ലോ. നിങ്ങളുടെ ചോദ്യം പരാമർശമല്ലല്ലോ. ഒരു കാര്യം ആദ്യമേ ഞാൻ പറയട്ടെ, ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ സമയം തരണം. ഇടയ്ക്കിടയ്ക്ക് ചാടി ഉത്തരം ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. എങ്കിൽ മാത്രമേ ചർച്ചയുടെ കാര്യമുള്ളൂ. ഹൈക്കോടതി പറഞ്ഞ് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇപ്പോൾ റോജി സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. അന്വേഷണത്തിൽ ഏത് വിവരമാണ് നമുക്ക് ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിലുണ്ടോ? അന്വേഷണ റിപ്പോർട്ടുണ്ടോ? SIT അന്വേഷിക്കുന്ന വിവരങ്ങൾ കൊണ്ടു കൊടുക്കുന്നത് എവിടെയാണ്? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ?
സഭയിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞു, കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോഴും പറഞ്ഞു, നിങ്ങൾ ഈ ആക്ഷേപം ഉന്നയിക്കുന്നത് ഞങ്ങൾക്ക് നേരെയല്ല, ഹൈക്കോടതി നേരെയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കും, ഇന്നത്തെ ഹൈക്കോടതി നിയോഗിച്ച് ഹൈക്കോടതി മേൽനോട്ടം നടക്കുന്ന ഒരു എൻക്വയറി കമ്മീഷൻ്റെ മേലെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഉള്ളിലേക്ക് കടക്കാനോ ഇടപെടാനോ സർക്കാരിന് പറ്റുമോ, കഴിയുമോ? സാധാരണ ആഭ്യന്തര വകുപ്പ് ആണല്ലോ ഇടപെട്ട് കുറ്റപത്രം കൊടുക്കുന്ന കാര്യം ഉൾപ്പെടെ ചെയ്യേണ്ടി വരിക. ഇത് അവിടെ ഈ അന്വേഷണത്തെ പ്രത്യേകത എന്താണ്? ആഭ്യന്തര വകുപ്പിന് പകരം കോടതിയാണ്, കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഈ കാര്യമെല്ലാം മേൽനോട്ടം വഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കുറ്റപത്രം നൽകാൻ താമസിക്കുമെന്ന് പറഞ്ഞാൽ ആ ഹൈക്കോടതിക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? സ്വാഭാവികമായിട്ടും അവരല്ലേ ഇത് ഈ യഥാസമയം കൊടുക്കുന്ന റിപ്പോർട്ട് പരിശോധിക്കപ്പെടുന്നത്, അതിൻ്റെ അന്വേഷണ പുരോഗതി പരിശോധിക്കപ്പെടുന്നത്, അതിന് നിർദ്ദേശങ്ങൾ വീണ്ടും കൊടുക്കുന്നത് SITക്ക്. ആ കോടതി ചോദിച്ചാൽ അങ്ങ് കണ്ടിരുന്നില്ലേ KP ശങ്കരദാസിന്റെ അറസ്റ്റ് വൈകുന്നത് എന്ത് എന്ന ചോദ്യം? ഞാൻ ചോദിക്കുന്നത് സർക്കാരിന് ഡയറക്റ്റായി റോൾ ഈ എൻക്വയറിക്കുണ്ടോ ഇല്ലയോ? അല്ല, സ്വാധീനം ചെലുത്തുകയും സമ്മർദ്ദം ചെലുത്തുകയും ഉത്തരവിട്ടിട്ടല്ലോ. ഉത്തരവിട്ടിട്ടാണോ? അല്ല, ഉത്തരവിട്ടിട്ടാണോ സമ്മർദ്ദം ചെലുത്തുക? സമ്മർദ്ദത്തിനൊരു ഉത്തരവുണ്ടാകുമോ? അങ്ങനെ ശരി, എന്നാ സ്മൃതി പറയൂ, സർക്കാർ ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്ന എൻക്വയറിക്ക് മേലെ സർക്കാർ ഇടപെട്ടിട്ടുണ്ടോ? സ്മൃതി പറയൂ, കേൾക്കട്ടെ, ഉണ്ടോ? അങ്ങ് എന്താണ് പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചത്. SIT എന്താണ് അന്വേഷിക്കുന്നത്? 2019 അറസ്റ്റ് വൈകുന്നത് എന്താ ചോദിച്ചതിന് ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകുന്നത് കോടതി ചോദിച്ചു. ഞാൻ ചോദിച്ചത് സ്മൃതിയുടെ സ്റ്റേറ്റ്മെന്റ് പറയൂ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. സ്റ്റേറ്റ്മെന്റ് പറയൂ. സ്റ്റേറ്റ്മെന്റ് പറയൂ. ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്ന ഒരു എൻക്വയറിയിൽ, ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്ന ഈ SIT എൻക്വയറിയിൽ സർക്കാർ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടോ? അല്ല, അങ്ങനെ സർക്കാർ ഇടപെട്ടു എന്ന വാചകത്തിന്റെ ആവശ്യമില്ല ശ്രീ H. സലാം. അങ്ങ് മനസ്സിലാക്കേണ്ടത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് ഈ പറയുന്നത്. ഒറ്റ വാക്കിൽ തീർക്കാവുന്നതല്ല. ഒരു മിനിറ്റ്, ഹൈക്കോടതി പറഞ്ഞാലേ വിമർശനമുള്ളൂ എന്നാണെങ്കിൽ ശ്രീ H. സലാം, CPMന്റെ ഭാഗമായിരിക്കുന്ന N. വാസു സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി പറയാണ് ജാമ്യമില്ല, സ്വർണം കട്ടവർക്ക് ജാമ്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അത് ആർക്കെതിരെയാണ് കൊള്ളുന്നത്? നിങ്ങൾക്ക് കൊള്ളുന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് കൊള്ളുന്നില്ലെങ്കിൽ അതൊരു വിഷയമല്ല, അതവിടെ നിൽക്കട്ടെ. ഞാൻ ഇത്രയേ ചോദിക്കുന്നു. അല്ല, കാര്യമില്ലെങ്കിൽ നിങ്ങളുടെ ഭാഗമല്ല എന്ന് പറയണം. നിങ്ങളുടെ ഭാഗമായി പാർട്ടിയുടെ ഭാഗമാണ്. ശ്രീ H. സലാം, ദേവസ്വം ബോർഡ് സ്വതന്ത്ര സംവിധാനമാണ് എന്നൊക്കെ രേഖകളിലൂടെ നിങ്ങൾക്ക് പറയാം. ദേവസ്വം ബോർഡിലേക്ക് പാർട്ടി അംഗങ്ങൾ തന്നെ വരട്ടെ എന്ന തീരുമാനം എന്തുകൊണ്ടാണ് വരുന്നത്? നിങ്ങൾക്കൊരു കണ്ണ് വേണം. അത് ഞാൻ പൂർത്തിയാക്കില്ല, ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, ദയവ് ചെയ്ത് അങ്ങ് കേൾക്കൂ. അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കണ്ണ് വേണം, അവിടെ അഴിമതി വേണ്ട. എന്റെ ചോദ്യം പൂർത്തിയാക്കട്ടെ. ദേവസ്വം ബോർഡും സർക്കാരും തമ്മിൽ ആ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരമില്ല. ദേവസ്വം ബോർഡ് സ്വതന്ത്ര സംവിധാനമാണ് എന്നൊക്കെ പറയാമെങ്കിലും സർക്കാർ തന്നെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ താല്പര്യമുള്ളവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഇതിപ്പോൾ LDFന്റെ കാര്യത്തിൽ മാത്രം പറയുന്നില്ല, UDF സർക്കാരിന്റെ കാലത്തുമുണ്ട്. അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്? സർക്കാരിന് ഒരു നിയന്ത്രണം വേണം എന്നതുകൊണ്ട് തന്നെയാണല്ലോ. പിന്നെ അവരുടെ തോന്നുന്ന പോലെ പ്രവർത്തിക്കട്ടെ എന്ന രൂപത്തിലല്ല അത് ചെയ്യുന്നത്. അങ്ങനെയല്ല ഒരു കാലത്തും പ്രവർത്തിക്കാറ്. അപ്പോൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ദേവസ്വം മന്ത്രി ഉണ്ടായിരിക്കെ ഒരു ഉത്തരവാദിത്വം ഇല്ല ഞങ്ങൾക്ക്, അത് ബോർഡ് ചെയ്തതാണെന്ന് പറയുന്നു. ശരി, ബോർഡ് ചെയ്താണെങ്കിൽ ബോർഡിനെ ഭാഗമായി നിൽക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണെങ്കിൽ പാർട്ടിയിൽ ഇനി വേണ്ടാന്ന് തീരുമാനിക്കണ്ടേ? അതുമില്ല, പാർട്ടിയിൽ തുടരട്ടെ എന്ന് തീരുമാനിക്കുന്നു. അത് നൽകുന്ന മെസ്സേജ് എന്താണ് ശ്രീ H. സലാം? അത് ചോദിക്കുമ്പോൾ സർക്കാരിനെതിരെ കോടതി എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞോ എന്ന് ചോദിക്കുന്ന ഒരു മറുപടി ആകുമോ? അല്ല, അതൊരു പ്രധാന കാര്യമാണ്. ഇങ്ങനെ സർക്കാരിന് പങ്കുണ്ട് പരസ്യമായിട്ട് വീണ്ടും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതിന് സഹായകരമായ സെന്റൻസ് സ്മൃതി പറഞ്ഞു കൊടുക്കുമ്പോഴും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ കോടതി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ്. കോടതി അങ്ങനെ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെ ഇപ്പോൾ 2 ഉദ്യോഗസ്ഥന്മാരെ ആഡ് കൊടുക്കാൻ വേണ്ടി കോടതി പറഞ്ഞു. ഞങ്ങൾ സർക്കാർ പറഞ്ഞതാണോ? അന്ന് അതിനെക്കുറിച്ച് ആക്ഷേപം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതിന് നെക്സ്റ്റ് ഹിയറിംഗിൽ കോടതി എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത്? എന്താണ്
അവരെ ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് പോലും കോടതി പിന്നെ പറഞ്ഞതാണ്. പ്രതിപക്ഷ നേതാവും UDF-ഉം പറഞ്ഞ ആക്ഷേപത്തെ ശരിവെച്ചുകൊണ്ടാണ് കോടതി പറഞ്ഞത്. ശരിയാണ്, അതാണ് നിങ്ങൾക്ക് കയ്യിലിട്ടിരിക്കുന്ന ഒരു ആയുധം. അതായത് രണ്ട് ഉദ്യോഗസ്ഥരെ കൂടുതലായി ചേർത്തത് സർക്കാരുമായി ബന്ധമുള്ളവരാണ് എന്ന ആരോപണം ഉന്നയിച്ചു. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. വ്യക്തമാണ്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. സ്മൃതി, നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ സമയം തരണം. അല്ലല്ല, വ്യക്തമല്ല, എനിക്ക് മുഴുവൻ പറയണം. അങ്ങനെ ഇടയ്ക്ക് കയറി പറയാൻ പാടില്ല. ഞാൻ ചോദ്യം ചോദിച്ച ഉത്തരം പറയാൻ ഒരു സഹിഷ്ണുത കാണിക്കട്ടെ. ഞാൻ ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റായ വിവരങ്ങൾ പറഞ്ഞ് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ ആരെക്കുറിച്ചാണ്? ഈ 2 ഓഫീസേഴ്സിനെ നിയമിച്ചത് സർക്കാർ ഇടപെട്ടിട്ടാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആ തെറ്റായ പ്രസ്താവന വന്നതിന് ശേഷമാണ് നെക്സ്റ്റ് ഹിയറിംഗിൽ കോടതി പരാമർശം നടത്തുന്നത്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? സർക്കാർ ആ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് കോടതിയിൽ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പച്ചക്കളവാണ് എന്ന് നെക്സ്റ്റ് ഹിയറിംഗിലെ ഈ അന്വേഷണത്തെ പരിശോധിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. ശരി, ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത് ഇപ്പോൾ റോജി എം ജോൺ പറഞ്ഞില്ലേ, എന്താ ഇതിന്റെ രാഷ്ട്രപരിശോധനയ്ക്ക് അയച്ച കാര്യവും അതുമൊക്കെ ശ്രീ റോജി എം ജോൺ പറഞ്ഞല്ലോ. ഞാൻ ചോദിച്ചു, റോജിക്ക് എവിടെ നിന്ന് കിട്ടിയത്? എൻ്റെ കയ്യിലോ റോജിയുടെ കയ്യിലോ ഈ ഹൈക്കോടതി സബ്മിറ്റ് ചെയ്യപ്പെടുന്ന വിവരങ്ങളെല്ലാം ഉണ്ടോ? എന്തെങ്കിലും രേഖ നമ്മുടെ കയ്യിലുണ്ടോ? അപ്പൊ ശരി, പ്രതികൂലമായ കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ഊഹാകവും വെച്ച് പറഞ്ഞു പ്രതികൂലമായി വരുന്ന കാര്യങ്ങളൊന്നും തന്നെ രേഖയില്ലാത്തതാണ്. ശരി, സമ്മതിച്ചു. കോടതിയിൽ നിന്ന് പരാമർശം വരാം. എനിക്ക് എല്ലാവരും 19-ാം തീയതിയിലെ ഹിയറിംഗില് പൂർത്തിയാക്കും. ശരി, അല്ലല്ല, പൂർത്തിയാക്കും. 19-ാം തീയതി ഹിയറിംഗിൽ സ്മൃതി എന്റെ രേഖയുണ്ട്, ഞാൻ പറയാം. ഈ 19-ാം തീയതിയിലെ ഹിയറിംഗില് ഇപ്പോ ഡിവിഷൻ ബെഞ്ച് 19 ഡിവിഷൻ ബെഞ്ച് പറഞ്ഞേക്കുന്നത് എന്താണ് അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്താണ്? കെയർഫുള്ളി എക്സാമിൻ ദ പ്രോഗ്രസ് റിപ്പോർട്ട് ആൻഡ് ദ സബ്മിഷൻ വേ വി ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻ ക്യാരിഡ് ഓൺ. ഇതല്ലേ പറഞ്ഞേക്കുന്ന കാര്യം? ഏറ്റവും വിശദമായി സമഗ്രമായി ഈ റിപ്പോർട്ടാകെ പരിശോധിച്ചത് പറയുന്നത് അടുത്ത ഹിയറിംഗ് 9-ലേക്ക് വെച്ചിരിക്കുകയാണ്. അല്ല, 3 പ്രതികൾ ഇറങ്ങി. നാളെ പോറ്റിയുടെ ഹർജി ആ തെളിവ് കാണിച്ച് റോജി ആ തെളിവൊന്ന് കാണിച്ച ശേഷം ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോടാം. റോജി ഒരു മിനിറ്റ്. തെളിവ് കൊടുത്തിട്ടുണ്ടോ? റോജി പറയുന്നത് കേൾക്കൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ചില തെളിവുകൾ ഒന്നുമില്ല. കോടതി രേഖാമൂലം പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ടോളൂ ശ്രീ എസ്സലാം. ഞാൻ പറയാന്ന് കേൾക്കൂ, നിങ്ങൾ കേൾക്കൂ. കോടതി രേഖാമൂലം പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ടോളൂ. ഒന്ന്, സിംഗിൾ ബെഞ്ച് ഹൈക്കോടതി പറഞ്ഞ കാര്യമാണ്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ദിസ് കോർട്ട് ഫൗണ്ട് ലാക്സിറ്റി ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ ഡ്യൂറിംഗ് ദ പീരിയഡ് ബിറ്റ്വീൻ 5/12/2025 ആൻഡ് 19/12/2025. എന്ന് വെച്ചാൽ 5/12/2025 മുതൽ 19/12/2025 വരെ. ഈ സമയം ഏതാണെന്നറിയോ? അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ്. ആ സമയത്ത് അന്വേഷണത്തിൽ ലാക്സിറ്റി ഉണ്ടായി എന്ന് കോടതി അതിന്റെ വിധിയിൽ പറഞ്ഞിരിക്കുകയാണ്, രേഖാമൂലം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്? ഇനി മുരാരി ബാബുവിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? അക്കോർഡിംഗ്ലി ദ ബെയിൽ പെറ്റീഷൻ സ്റ്റാൻഡ് ഡിസ്മിസ്. എന്നിട്ട് ഇറ്റ് ഈസ് മെയ്ഡ് ക്ലിയർ ദാറ്റ് if Murari Babu is entitled to get statutory bail on failure on the part of the prosecution to file final report in any of the cases. എന്ന് വെച്ചാൽ പ്രോസിക്യൂഷൻ ഇത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാത്തതുകൊണ്ട്, റിപ്പോർട്ട് ഫയൽ ചെയ്യാത്തതുകൊണ്ട് മുരാരി ബാബുവിന് ജാമ്യം കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നതാണ്. എന്ന് വെച്ചാൽ വളരെ കൃത്യമായി ഇനി കോടതി പറഞ്ഞ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ കുറ്റപത്രം വൈകുന്നതിന് കോടതി പറഞ്ഞൊരു കാര്യം. ഇത് ഹൈക്കോടതി SIT അന്വേഷണത്തിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് SIT അന്വേഷണത്തിൽ പൊതുജനങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നുവെന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ചൂണ്ടിക്കാണിച്ചു. എന്ന് വെച്ചാൽ ഹൈക്കോടതി ജഡ്ജിയാണ് പറയുന്നത്. ഇതിൽ കൂടുതൽ ഹൈക്കോടതി എന്ത് രേഖയാണ് ഹൈക്കോടതി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്? ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ സ്മൃതി. അതായത് കോടതി അല്ലെങ്കിൽ സർക്കാർ ഇതിനകത്ത് ഇടപെട്ടോ എന്ന് പറയുന്നത് താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെയാണ്. അതായത് ദേവസ്വം ബോർഡിന് മേൽ സർക്കാരിന് നിയന്ത്രണമുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ് SITയുടെ മേൽ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ സർക്കാരിന് നിയന്ത്രണമുണ്ടോ എന്ന്. സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആഭ്യന്തര സെക്രട്ടറി സർക്കാർ ഉത്തരവ് ഇറക്കുന്നല്ല അതിന്റെ അർത്ഥം. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി സാമാന്യബോധവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഈ ആഭ്യന്തര വകുപ്പ് ഈ SITയിലുള്ള പോലീസുകാർ മുഴുവനും ഇതേ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആളുകളാണല്ലോ.
അവർക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം ഈ നിലയ്ക്ക് മുന്നോട്ട് പോകുന്നതും. ശരി. ഈ CPM നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. എന്തുകൊണ്ടാണ് CPM ഇവർക്കെതിരെ നടപടിയെടുക്കാത്തത്? CPM ഈ നേതാക്കന്മാർക്കെതിരെ നടപടിയെടുക്കാത്തതിന്റെ കാര്യം അവർക്ക് കൃത്യമായിട്ട് അറിയാം. 90 ദിവസം കൊണ്ട് ഇവരെല്ലാം ജാമ്യം കിട്ടി പുറത്തിറങ്ങും. അതോടുകൂടി ഈ കേസ് തേച്ചു മായ്ച്ച് കളയാം, അങ്ങനെ ഇവരെയൊക്കെ പാർട്ടിയുടെ ഭാഗമാക്കി കൊണ്ടു നടക്കാം എന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിലെ സ്വർണം കെട്ട ആളുകളെ ഒരു ഉളുപ്പും കൂടാതെ CPM സംരക്ഷിക്കുന്നതും ഇപ്പോഴും പാർട്ടിയുടെ ഭാഗമാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഇവരിനി എന്തൊക്കെ സാങ്കേതികത്വം പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധമുണ്ട്. കുറ്റപത്രം സമർപ്പിക്കാവുന്ന സാഹചര്യമുണ്ടോ എന്ന ചോദ്യം കൂടി വരികയാണ്. ബാക്കി 3 അതിഥികളിലേക്കും പോകാനുണ്ട്. ശ്രീ ടി കെ രാജഗോപാൽ, ഇപ്പോൾ പ്രതികൾ ഓരോരുത്തരായി പുറത്തേക്ക് പോവുകയാണ്. 3 പേർ ഇതിനകം സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരികയാണ്. നാളെ ഇപ്പോൾ പോറ്റിയുടെ 1-ാം പ്രതിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ദിവസമാണ്. പ്രതികൾ മുഴുവൻ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഈ അന്വേഷണത്തിലുള്ള സാധ്യത എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നില്ല. SIT ഇപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണോ? അങ്ങയുടെ മനസ്സിലാക്കൽ എന്താണ്? സ്മൃതി, ഞാൻ മനസ്സിലാക്കുന്നത് SIT താൽക്കാലികമായി നിർത്തിയിടത്തു നിന്ന് ED തുടങ്ങിയിരിക്കുന്നു. അതായത് SIT താൽക്കാലികമായിട്ടുള്ള അന്വേഷണം നിർത്തിയിരിക്കുന്നു. അവരിനി കുറ്റപത്രം തയ്യാറാക്കുന്ന തിരക്കിലേക്ക് കടക്കുകയാണ്. അവിടെ നിന്ന് ഇന്നത്തെ ദിവസം ED കേസിലേക്ക് കടന്നിരിക്കുന്നു. ED അവർ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു മുരാരി ബാബു 90 ദിവസം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തേക്ക് പോയി. അതേപോലെ തന്നെ 2 എക്സിക്യൂട്ടീവ് ഓഫീസർമാരും AO ആയിരുന്ന ശ്രീകുമാറും പുറത്തേക്ക് പോയ സമയത്ത് അവരെ സത്യത്തിൽ 50 ദിവസം പിന്നെ 42 ദിവസമൊക്കെ അവർ ജയിലിൽ കിടന്നിരുന്നുള്ളൂ. പക്ഷേ അവരുടെ പേര് തെളിവില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ആ ശ്രീകുമാറിന് ഇന്ന് നോട്ടീസ് പോയിട്ടുണ്ട്. ഈ ശ്രീകുമാറിന് ഇപ്പോൾ നോട്ടീസ് പോയെന്നാണ് കാണുന്നത്. മുരാരി ബാബുവിനെ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ED ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് SIT കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. കേസ് SIT വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ചില പരിമിതികളുണ്ട് അവരുടെ ഇത്തരം കാര്യങ്ങളിൽ. അപ്പോൾ ഇതിനായിട്ട് EDയുടെ സഹായം എന്ന് പറഞ്ഞാൽ ഈ പണം ഉപയോഗിച്ച് ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്ത ഈ സ്വർണ്ണക്കൊള്ള ഈ പണം ഉപയോഗിച്ചിട്ട് ഇവരെന്തെല്ലാം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അനധികൃതമായ സ്വത്ത് സമ്പാദനം, PMLA ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ അവരെന്തെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രതികൾ ആരും രക്ഷപ്പെട്ടു പോകുമെന്ന് എനിക്കൊരു അഭിപ്രായമില്ല. കാരണം എന്ന് പറഞ്ഞപ്പോൾ 13 പേരെയാണ് ഇതിനകത്ത് അറസ്റ്റിനകത്ത് വന്നിരിക്കുന്നത്. അതിൽ 9 പേര് ജയിലിലുണ്ട്. അതിൽ 3 പേര് പുറത്തേക്ക് പോയി. ജയശ്രീയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിനകത്തിലെ പരമപ്രധാന കണ്ണിയായ ജയശ്രീയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അവർക്ക് മുൻകൂർ ജാമ്യമുള്ളതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് കേസിൻ്റെ സ്ഥിതി നിൽക്കുന്നത് ഇപ്പോഴും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇനിയും 5 പേരുണ്ട്. 2 FIRലായിട്ട് 5 പേരുണ്ട്. ഈ 5 പേരാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതിൽ ഇപ്പോൾ ചോദ്യം ചെയ്ത് നിർത്തിയിരിക്കുന്ന പ്രശാന്തുണ്ട്. ദേവസ്വം ഇപ്പോഴത്തെ കഴിഞ്ഞുപോയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തുണ്ട്. അതേപോലെ തന്നെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹത്തെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ജയശ്രീയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനിയും 2 പേരൂടെ വരാനുണ്ടെന്നാണ് പറയുന്നത്. അത് അപ്രതീക്ഷിതമായിട്ട് 2 പേരൂടെ ഇതിനകത്തിലേക്ക് കടന്നു വരുമെന്നാണ് പറയുന്നത്. EDയുടെ ഇന്ന് പോയ റിപ്പോർട്ടിനകത്തിൽ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല എൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. മുമ്പ് ബഹുമാനപ്പെട്ട MLA പറയുന്നത് രണ്ടും ശരിയാണ്. ഇതൊന്നും നമ്മുടെ മുമ്പിലില്ല, ഒരു രേഖകളും നമ്മുടെ മുമ്പിലില്ല. പക്ഷേ SITയുടെയും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയുടെയും ചില പരാമർശങ്ങൾ, ദേവസ്വം ബെഞ്ചിൻ്റെ പരാമർശങ്ങൾക്കകത്ത് നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നതും പിന്നെ നമ്മുടെ അറിവിൻ്റെ പരിധിയിൽ കിട്ടുന്ന ചില കാര്യങ്ങളുമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 12 പേരുണ്ടാകും. 12 പേരെ കൂടി ഇനി മുരാരി ബാബു അടക്കം EDക്ക് ചോദ്യം ചെയ്യാനുണ്ടെന്നാണ് പറയുന്നത്. അവരൊക്കെ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് അന്വേഷണങ്ങൾ വേണ്ടി വരും. അപ്പോൾ ED ആയിരിക്കും ഇനിയിപ്പോൾ പ്രധാന റോളിലേക്ക് വരാൻ പോകുന്നത്, ED ആയിരിക്കും. അപ്പോൾ പ്രതികളൊക്കെ അങ്ങനെ ജാമ്യം കിട്ടി പുറത്തേക്ക് പോയെന്ന് കരുതിയിട്ട് അവരാരും ഈ കേസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ മുമ്പേ സൂചിപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യം നാളെയാണ് വരുന്നത്. നാളെ വരുമ്പോഴത് പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ വിശദമായ വാദം കേൾക്കണമെന്നാണ്. അല്ലെങ്കിൽ ഇന്നലെ തന്നെ ആ ജാമ്യം എടുത്തേനെ. വിശദമായ വാദം കേൾക്കണം. തീർച്ചയായിട്ടും SIT അതിന് വേണ്ട പ്രോസിക്യൂഷൻ തീർച്ചയായിട്ടും അതിന് വേണ്ട എല്ലാ കരുക്കളുമായിട്ടേ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പോറ്റിയെ പോലെ ഒരാളിനെ അങ്ങനെ വിടാനൊക്കത്തില്ല അവരെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടായിരിക്കും നാളെ SIT അവരുടെ പ്രോസിക്യൂഷൻ്റെ വാദം അവിടെ അവതരിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ മുമ്പേ ഈ MLA പറഞ്ഞ കൂട്ടത്തിൽ അവർക്കറിയാം കാര്യങ്ങൾ എന്താണെന്നുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞ കൂട്ടത്തിൽ 2 ബെഞ്ചുകളാണ്. അന്വേഷിക്കുന്ന ബെഞ്ച് ഒന്നുണ്ട്, പിന്നെ എല്ലാ തരത്തിലും പിന്തുണയ്ക്കുന്നു. അപ്പുറത്തുനിന്ന് ജാമ്യം നൽകുന്ന സിംഗിൾ ബെഞ്ചിൽ നിന്നാകട്ടെ നിരവധി തവണ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അതാണ് രണ്ട് കൂട്ടർക്കും ആയുധമാകുന്നത്. ആയുധമാണ് അത് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞത് തന്നെയാണ്.
ആ സിംഗിൾ ജാമ്യം കേൾക്കുന്ന ബെഞ്ചിനെ കുറിച്ചാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. അതെ. പക്ഷെ അദ്ദേഹത്തിന് പറയാൻ പറ്റും, കാരണം നിയമസഭയുടെ പ്രിവിലേജ് ഉള്ളത് കൊണ്ട് അദ്ദേഹം ഇച്ചിരി കടത്തിയൊക്കെയാണ് സംസാരിക്കുന്നത്. ജാമ്യം കേട്ട ബെഞ്ചിന് ഇത്തരം കാര്യങ്ങളിൽ നമുക്കത് പറയാൻ പറ്റത്തില്ല. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതി ലക്ഷ്യമായി പോകും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അദ്ദേഹത്തിന് പ്രിവിലേജ് ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ഇത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. SITയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കേസിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബെഞ്ചിനോട് ആൻസറബിൾ ആയാൽ മാത്രം മതി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കൽപേഷ് 2-3 സാക്ഷി പട്ടികയും വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്തിൽ നമ്മൾ കാണാതെ പോയ ചില കഥാപാത്രങ്ങളുണ്ട്. പ്രതികളുടെ സഹായികൾ കൽപേഷ് എന്നൊരു കഥാപാത്രമുണ്ട്. കൽപേഷാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് പ്രതികളുടെ സഹായികളായിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. കൽപേഷാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ഈ സാധനം സ്വർണം എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഗോവർദ്ധന് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരാളാണ് രമേശ് റാവുവും അനന്ത സുബ്രഹ്മണ്യനും. ഈ 2 കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പോറ്റി എവിടെയുണ്ടോ, നമ്മുടെ ലൈഫ് ബോയ് എവിടെയുണ്ടോ എന്ന് പറഞ്ഞതുപോലെയാണ്. പോറ്റി എവിടെയുണ്ടോ അവരുടെ പോറ്റിയുടെ ഇടത്തും വലത്തുമായിട്ട് നിൽക്കുന്ന 2 കഥാപാത്രങ്ങളാണ്. പോറ്റി ആരെയെല്ലാം എവിടെയെല്ലാം കൊണ്ട് കയറ്റിയിട്ടുണ്ടോ ഇവർ 2 പേരും 2 വശങ്ങളിലുണ്ട്. എവിടെ പോയാലും ഇവർ 2 പേരും വശങ്ങളിലുണ്ട്. അപ്പോൾ ഈ 2 കഥാപാത്രങ്ങൾ അജ്ഞാതരായിട്ട് നിൽക്കുകയായിരുന്നു. നമുക്കും സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇവരെ ഒന്നും ചോദ്യം ചെയ്യുകയോ പിടിക്കുകയോ ചെയ്യാത്തതെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങൾ പ്രകാരം ഇവരും സാക്ഷിപ്പട്ടികയിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ്. അതിൻ്റെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ സ്വർണം റിക്കവറി ബുദ്ധിമുട്ടായിട്ട് മാറുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് VSSCയുടെ പരിശോധനാ റിപ്പോർട്ട് വരുന്നത്. VSSC കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ പാളികൾക്കകത്തെ രാസപരമായ ഘടനാമാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു. 5.5 കിലോ സ്വർണ്ണത്തിൽ അതിനകത്തിൽ നിന്ന് ഇപ്പം 1/2 കിലോ അങ്ങോട്ട് തിരിച്ചു വന്നിട്ടുള്ളൂ. 1/2 കിലോ തിരിച്ചിട്ട് ബാക്കിയുണ്ട് 4-4.5 കിലോ സ്വർണം അതിൽ നഷ്ടപ്പെട്ടു. സ്വർണം ചെമ്പടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് നിന്ന്. അതെങ്ങനെ തിരിച്ചു കണ്ട് അവിടെയാണ് ഈ സാക്ഷിപ്പട്ടിക ഇത് വിപുലപ്പെടുത്തുന്നത് തോന്നുന്നു. ഇവർ ഒരു പക്ഷേ ദൃക്സാക്ഷികളാണ്. ഇവർ കൊണ്ടുപോയ ആളുകളാണ്. രമേശ് റാവും ആണ് ഇതൊക്കെ കൊണ്ടുപോയിരിക്കുന്നത്. ശബരിമല സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് അവർ കൃത്യമായിട്ട് അവരുടെ മൊഴി അവരെ സാക്ഷിപ്പട്ടികയിൽ വരുത്തി കഴിഞ്ഞാൽ EDക്ക് ഇക്കാര്യത്തിൽ വളരെ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ട് ആരും പോകുന്നില്ല. പിന്നെ നമ്മൾ അവസാനം പറഞ്ഞ ഒരു വാസുദേവനുണ്ട് ഇതിനകത്തിൽ, മറ്റേ പീഠം അടിച്ചുകൊണ്ട് പോയ വാസുദേവനുണ്ട്. പീഠം അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നെന്ന് പറഞ്ഞിട്ട് ആണല്ലോ അത് പിന്നെ എടുത്തിട്ട് പോറ്റിയുടെ വീട്ടിൽ കൊണ്ടുവരുന്നത്. ആ കഥാപാത്രവും വന്നിട്ടില്ല. അയാൾ ഒരു പക്ഷേ സാക്ഷിപ്പട്ടികയിൽ വരാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ EDക്കാണ് ഇനി ഒരു പ്രധാന റോൾ വരാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ശരി, ശ്രീ മധു മണിമല, അങ്ങ് അദ്ദേഹത്തോട് പൂർണ്ണമായും യോജിക്കുന്നുണ്ടോ? അങ്ങും മുൻപത്തെ ചർച്ചകളിലൊക്കെ തന്നെയും SITയിൽ പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തിയിരുന്നതാണ്. പക്ഷേ SITക്ക് കൊടുത്ത ആ സമയം വീണ്ടും അല്പം കൂടി നീട്ടിക്കൊടുക്കുകയായിരുന്നു. ആ സമയം അവസാനിക്കാറാവുകയാണ്. പക്ഷേ ഇപ്പോൾ പ്രതികളായവർ സ്വാഭാവിക ജാമ്യം ലഭിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. നമുക്കറിയാം, തൊണ്ടിയാണ് ഏറ്റവും പ്രധാനം. തൊണ്ടി കണ്ടു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി VSSCയിലെ പരിശോധനയിലാകട്ടെ അത് ഇനി വീണ്ടും പരിശോധിക്കേണ്ടി വരുമെന്നൊരു സാഹചര്യം കൂടി നിൽക്കുന്നു. ഡീകോഡിങ്ങിൽ നടത്തേണ്ടി വരുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് അതിസങ്കീർണമായ ഒരു പ്രക്രിയയാണ്. അത് വളരെ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുമില്ല. അപ്പോൾ എങ്ങനെയാണ് SITക്ക് ഇനി മുന്നോട്ട് പോകാനാവുക? അതോ ശ്രീ രാജഗോപാൽ പറഞ്ഞതുപോലെ ബാക്കി ED ഏൽക്കുന്നു എന്ന രൂപത്തിലാണോ കാണേണ്ടത്? ഈ രാജഗോപാൽ സാർ പറഞ്ഞ അഭിപ്രായത്തോട് 100% ഞാൻ യോജിക്കുകയാണ്. കാരണം 1998 വിജയമല്ലയ്യ ശബരിമല ക്ഷേത്രം സ്വർണം പൊതിഞ്ഞു കൊടുത്ത കാലം മുതൽ 2026 വരെയുള്ള 28 വർഷത്തെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് SITയോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ SITക്ക് എല്ലാ തെളിവുകളും കണ്ടെത്തി എല്ലാ കുറ്റവാളികളെയും അറസ്റ്റ് ചെയ്ത് കൃത്യമായ കുറ്റപത്രം തയ്യാറാക്കുവാനുള്ള സാവകാശം കിട്ടണം. അതിനുള്ള സാവകാശം അവർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം 90 ദിവസം കഴിഞ്ഞതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ടുള്ള ജാമ്യം അവർക്ക് ലഭിച്ചാൽ തന്നെയും ഒറ്റ കുറ്റവാളികൾ പോലും രക്ഷപ്പെടത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം SIT അത്ര സുശക്തമായിട്ട് ദിലീപിൻ്റെ കേസിലുണ്ടായതുപോലെ ഒരു തട്ടിക്കൂട്ട് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ കുറ്റവാളികൾ എല്ലാവരും തന്നെ രക്ഷപ്പെടും. കാരണം പണവും സ്വാധീനവും ഉള്ളവരാണ് ഈ പ്രതികളെല്ലാവരും തന്നെ. അവർ സുപ്രീം കോടതിയിൽ നിന്ന് വലിയ വില കൊടുത്ത് വലിയ അഭിഭാഷകനെ കൊണ്ടുവന്ന് കേസ് വാദിച്ച് അവർ പുഷ്പം പോലെ ഊരിപ്പോകും. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ ഈ കേസിൽ ഇതുവരെ തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ല. തൊണ്ടി മുതൽ കണ്ടെത്താതെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ നിലനിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. രാജഗോപാൽ സാർ പറഞ്ഞത് കൃത്യമാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു SITയിൽ നിന്നും EDയിലേക്ക് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. EDയുടെ അന്വേഷണം പൂർത്തിയാവുമ്പോൾ ബാക്കി കാര്യങ്ങൾ അറിയാം. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൽ 142 ദിവസമാണ് ഒരു വർഷം ശബരിമല നട തുറന്നിരിക്കുന്നത്. അതിൽ 15 ദിവസത്തോളം ശബരിമലയിൽ പൂജയില്ല. കാരണം നട 142 ദിവസം തുറന്നിരിക്കുമെങ്കിലും ഈ മാസപൂജ തുടങ്ങുന്ന ദിവസം നട തുറക്കും, അന്ന് പൂജയൊന്നുമില്ല. പോയിട്ട് 127 ദിവസമാണ് ഒരു വർഷം ശബരിമല പൂജകൾ നടക്കുന്നത്.
ആ 127 ദിവസം വെച്ച് 33 വർഷം ശബരിമലയിൽ ഉണ്ടായിരുന്ന ഒരാളുണ്ട്. അയ്യപ്പനും ഈ വ്യക്തിക്ക് മാത്രമേ ശബരിമലയിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തുള്ളൂ. അയ്യപ്പൻ നേരിട്ട് SITയുടെ മുന്നിൽ ഹാജരായിട്ട് ഇന്ന രീതിയിലാണെന്നുള്ള മൊഴി കൊടുക്കത്തില്ല. അതോടൊപ്പം തന്നെ ഈ പറയുന്ന വ്യക്തി, ഞാൻ പറഞ്ഞ വ്യക്തി 33 വർഷങ്ങൾ തുടർച്ചയായിട്ട് ശബരിമലയിൽ നിന്ന് അവിടെ നടന്ന എല്ലാ പൂജകളും തൊഴുതിട്ടുള്ള വ്യക്തിയാണ്. ഇതിനെല്ലാം അദ്ദേഹം സാക്ഷിയാണ്. ഈ ശബരിമല നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം സാക്ഷിയാണ്. പക്ഷേ അദ്ദേഹവും ഈ SITക്ക് മുമ്പിൽ മൊഴി കൊടുക്കാനോ സത്യം പറയാനോ തയ്യാറാവുന്നില്ല. കാരണം അദ്ദേഹം ആരെപ്പറ്റി ഒരു കുറ്റങ്ങളും കുറവുകളും പറയുന്ന ആളല്ല. അദ്ദേഹത്തിന് കൃത്യമായിട്ട് വിവരങ്ങൾ അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അയ്യപ്പനും പറയത്തില്ല, ഇദ്ദേഹവും പറയത്തില്ല. ബാക്കി കാര്യങ്ങളെല്ലാം SIT കണ്ടെത്തണം. SITക്ക് കണ്ടെത്താനുള്ള സാവകാശമാണ്. ഇവരിപ്പോൾ 2 പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം പറയുന്നതല്ലാതെ അവർക്ക് ശബരിമല സംബന്ധിച്ച് ആധികാരികമായിട്ട് യാതൊരു കാര്യവും അറിയത്തില്ല. ശബരിമല നടന്നത് എന്താണ്? ശബരിമലത്തെ സ്വർണ്ണക്കൊള്ള അയ്യപ്പൻ്റെ ഒരു തരി പൊന്നോ ഒരു നാണയോ ഒരു തരി മണ്ണോ പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തണമെന്നാണ് ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഭക്തജനങ്ങൾ അതിനായിട്ട് SITയോടൊപ്പമാണ് നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൃത്യമായിട്ട് ഈ കുറ്റവാളികൾ ഒരാൾ പോലും രക്ഷപ്പെടാത്ത വിധം SIT കുരുക്കും മുറുക്കും. 9-ാം തീയതി അവർ കുറ്റപത്രം സമർപ്പിക്കും. അതിനുശേഷം ഈ 2-3 പ്രതികൾ ഇപ്പം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാലും അവർ രക്ഷപ്പെടത്തില്ല. ആത്യന്തികമായിട്ട് അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഇവരെല്ലാം പിടിക്കപ്പെടും. ഇപ്പം 13 പ്രതികളുള്ളതിൽ ജയശ്രീ ഒഴികെ ബാക്കി 12 പേരും അകത്താണ്. ഇപ്പോൾ ശബരിമല തന്ത്രിയുടെ ആണെങ്കിൽ അദ്ദേഹത്തിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് നിരവധി തെളിവുകൾ SITക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്നും പുറത്തു വന്നിട്ടില്ല. പരമപ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ SITയുടെ അന്വേഷണം ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിലെ 2 ജഡ്ജിമാരും SITയുടെ ADGPയും SITയുടെ SP ഈ 4 പേരൊഴികെ മറ്റൊരാൾക്കും കൃത്യമായ ഒരു വിവരവും അറിയത്തില്ല. മാധ്യമങ്ങളിൽ വരുന്ന മുഴുവൻ അവർ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. കൃത്യമായ വിവരമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം SITയുടെ ADGP SPയും ദേവസ്വം ബെഞ്ചിലെ 2 ജഡ്ജിമാരും അവിടുത്തെ ജീവനക്കാരെ വരും പുറത്താക്കിയിട്ടാണ് ഇവർ കാര്യങ്ങൾ വിചാരണ ചെയ്യുന്നത്. അപ്പം കൃത്യമായിട്ട് വിവരം കിട്ടണമെങ്കിൽ ഒന്നുകിൽ SITയുടെ ADGPയോ SPയോ പറയണം, അല്ലെങ്കിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയണം. അതുവരെ നമുക്ക് കാത്തിരിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ ഹൈക്കോടതിയുടെ 2 ബെഞ്ചുകൾ നടത്തുന്ന പരാമർശങ്ങളാണ് ഏറ്റവും പ്രധാനമാകുന്നത്. ഇപ്പോൾ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടങ്ങളിൽ അതിശക്തമായി സിംഗിൾ ബെഞ്ചിൽ നിന്നും വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. SITയുമായി ബന്ധപ്പെട്ട് തന്നെ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അതേസമയം ദേവസ്വം ബെഞ്ചാകട്ടെ SITയെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. SIT ഹൈക്കോടതി തന്നെ നിയോഗിച്ചതാണ്, ഹൈക്കോടതി തന്നെ പിക്ക് ചെയ്ത ഉദ്യോഗസ്ഥരാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ കോടതിക്ക് ഉദ്യോഗസ്ഥരിൽ പൂർണ്ണ വിശ്വാസമാണ്. വിശ്വാസം എന്നതിനപ്പുറം മുന്നോട്ട് പോകാനാകാത്ത വിധത്തിൽ ഇതാകെ കൂടി കുഴഞ്ഞു കിടക്കുന്നു എന്ന രീതിയിലും ആകാമല്ലോ. SIT ഉദ്യോഗസ്ഥർക്ക് വേറെ എന്തെങ്കിലും താല്പര്യമുണ്ടായതുകൊണ്ടല്ല, ഈ തൊണ്ടി കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. അപ്പോൾ പിന്നെ അതില്ലാതെ എങ്ങനെയാണ് കുറ്റപത്രം സമർപ്പിക്കുക? അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നത് ഡിവിഷൻ ബെഞ്ച് എന്തുകൊണ്ടാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായത്. ആ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സാധാരണ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർ അത് അന്വേഷിക്കുകയും സാധാരണ ഒരു പ്രഹസനം പോലെ അത് മാറുകയും ചെയ്യുമോ എന്നുള്ള സംശയമുള്ളത് കൊണ്ടാണല്ലോ ഹൈക്കോടതി തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത, അല്ലെങ്കിൽ ഹൈക്കോടതി അത്രയ്ക്ക് വിശ്വാസത്തിലെടുത്ത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിക്കാനും അതിനുശേഷം ആ ടീം ഹൈക്കോടതിയോട് റിപ്പോർട്ട് ചെയ്യണം. അത് ഇടയ്ക്കിടയ്ക്ക് കാലാവധി അനുസരിച്ച് അത് ഹൈക്കോടതിയിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പലപ്പോഴും കോൺഫിഡൻഷ്യലായിട്ട് കേൾക്കുകയും ഹൈക്കോടതി വിളിച്ച് അവരെ കേൾക്കുകയും വളരെ ശക്തമായിട്ടുള്ള പലപ്പോഴും താക്കീതുകൾ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇത്രയെങ്കിലും എത്തിയത് എന്നാണ് സാധാരണക്കാരായിട്ടുള്ള പുറത്ത് നിൽക്കുന്നവർക്ക്. ഇപ്പം എന്താണ് അതിനകത്ത് നടന്നതെന്ന് അറിയില്ല എന്നൊക്കെ ഇപ്പോൾ പറയുന്നത് കേട്ടു. പക്ഷേ നമുക്ക് മനസ്സിലായത്, റിപ്പോർട്ടുകളിൽ നിന്നും കോടതിയുടെ ഓർഡർ പുറത്തു വന്നതിൽ നിന്നും ഒക്കെ മനസ്സിലാകുന്നത്, ഇങ്ങനെ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് തന്നെ ഹൈക്കോടതി ആദ്യം ഒരു അവിശ്വാസം രേഖപ്പെടുത്തിയതുപോലെയാണ്. സാധാരണ ഇൻവെസ്റ്റിഗേഷൻ നടന്നു കഴിഞ്ഞാൽ എങ്ങും എത്താതെ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അവിടെ നിന്ന് നേരത്തെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടവരൊക്കെ നേരത്തെ എല്ലാവരും ഇത് നേരത്തെ പ്രതികരിച്ചിരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ഒരു ഡിനയൽ മോഡിലായിരുന്നു. അതിനുശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നു, ഹൈക്കോടതി നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലുമൊക്കെ പോകാൻ പറ്റിയത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ പലരും പറയുന്നത് പോലെ അല്ലെങ്കിൽ ഭരണപക്ഷം പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല. സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല.
ഡിവിഷൻ ബെഞ്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് SIT അതിൻ്റെ ജോലി ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ടോ എന്നാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് ഹൈക്കോടതി പൂർണ്ണമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് ചെയ്യിക്കാവുന്ന അത്രയും അവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സഹകരണം ഉണ്ടാകുന്നുണ്ടോ, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെലുത്താൻ ഡയറക്റ്റായിട്ട് പറയുമോ എന്ന് ഉള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഡയറക്റ്റായിട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസിൽ ആരും SIT മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു ഡയറക്റ്റ് ഇൻ്റർഫിറൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലെന്ന് കൂട്ടിയാൽ കൂടി പലപ്പോഴും നിസ്സഹകരണ മനോഭാവമാകാം, SITക്ക് ആവശ്യമുള്ള സഹായം ചെയ്യാതിരിക്കുന്നതാകാം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കോടതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമൻറ്റുകളോ അല്ലെങ്കിൽ അതിനെ പരിഹാസരൂപേണ തള്ളിക്കളഞ്ഞതുകൊണ്ടോ ഒന്നും പ്രശ്നം ഇല്ലാതാകുന്നില്ല. അതിൽ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താണ് സിംഗിൾ ബെഞ്ചിൻ്റെ ഇതിനെപ്പറ്റി പരാമർശിച്ചതെന്നറിയില്ല. നേരത്തെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് സഭയിലെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതിന് സാധാരണ ഇമ്മ്യൂണിറ്റി ഉണ്ട്. പക്ഷേ ആർട്ടിക്കിൾ 211 വായിച്ചു നോക്കണം. അതിൽ പറയുന്നത് നോ ഡിസ്കഷൻ ഷാൽ ടേക്ക് പ്ലേസ് ഇൻ ദ ലെജിസ്ലേച്ചർ ഓഫ് എ സ്റ്റേറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ കോണ്ടക്ട് ഓഫ് എനി ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓർ ഓഫ് എ ഹൈക്കോർട്ട് ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ഹിസ് ഡ്യൂട്ടീസ്. ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞ കാര്യം ജുഡീഷ്യൽ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്തുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞ എന്ത് ഒബ്സർവേഷനും അദ്ദേഹം എഴുതി വെച്ച വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഓറലായിട്ടുള്ള ഒബ്സർവേഷനോ റിട്ടൺ ആയിട്ട് എഴുതിയിട്ടുള്ള ഓർഡറിനെ പറ്റി ഒന്നും സഭയിൽ ഡിസ്കസ് ചെയ്യാൻ ആർക്കും, മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ആർക്കും അവകാശമില്ല. അങ്ങനെ ഒരു ഡിസ്കഷൻ സ്പീക്കർ അനുവദിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. ഇപ്പോൾ പ്രതിപക്ഷം ഈ പ്രശ്നം സഭയിൽ ഉയർത്തി കാണിച്ചിരിക്കുന്നതിന് രണ്ട് പ്രധാനപ്പെട്ട അർത്ഥങ്ങളുണ്ട്. ഒന്ന്, സാധാരണ ഒരു ചോദ്യം ഇപ്പോൾ ഭരണപക്ഷം ചോദിക്കുന്നതാണ്, SITയുടെ പരിഗണനയില്ല, ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കില്ല, പിന്നെ എന്തിനാണ്? സഭ എന്ന് പറയുന്നത് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന മെമ്പേഴ്സാണ് അവിടെ ഇരിക്കുന്നത്. ജനസമക്ഷത്തിൽ ഈ ഒരു കാര്യം കോടതികൾ മേൽനോട്ടം വഹിക്കുന്നത് കൂടാതെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ എങ്ങനെയാണ് നടക്കുന്നത്, അവിടെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാകേണ്ടതുണ്ട്. ആ ഒരു വിഷയം പ്രധാനമായിട്ടും ഉയർത്തിക്കാട്ടാൻ വേണ്ടി തന്നെയാണ് സഭയിൽ ഈ പ്രശ്നം ഉന്നയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭരണപക്ഷം ചെയ്തത് ഇതിനിടയിൽ ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതായത് ഒരു പാട്ട് എഴുതിയവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുക, പിന്നീട് അത് വേണ്ടെന്ന് വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില ഡിസ്ട്രാക്റ്റിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ എന്തൊക്കെയാണ് കോപ്പറേഷൻ നടക്കാത്തത്? ഇതിനകത്ത് പ്രശ്നം വരാൻ പോകുന്നത് 90 ദിവസത്തിനകത്ത് ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് ബെയിൽ കൊടുക്കുക എന്നുള്ളത് മാൻഡേറ്ററിയാണ്. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഡിലേ അൺഡ്യൂ ആയിട്ട് ഒരു സാധാരണ ഇൻവെസ്റ്റിഗേഷനോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമോ എന്താണെങ്കിലും ഡിലേ അങ്ങനെ വെറുതെ വെച്ച് താമസിപ്പിക്കാൻ കഴിയില്ല. വെച്ച് താമസിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു നാച്ചുറൽ കോൺസിക്വൻസ് എന്ന് പറയുന്നത് കോടതിയുടെ ഹർജി പരിഗണിക്കുമ്പോൾ അത് പുറത്ത് ഇറക്കാതിരിക്കാനുള്ള തെളിവുകളുമായി തന്നെ വരേണ്ടി വരും അല്ലേ? തെളിവുകൾ ഉണ്ടെങ്കിലും പിന്നെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാത്രത്തോളം, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒഫൻസിൽ 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന അല്ലെങ്കിൽ അതുപോലുള്ള സീരിയസ് ആയിട്ടുള്ള ഒഫൻസാണ് എന്ന് ബോധ്യം വരുന്ന കേസുകളിൽ പോലും 90 ദിവസത്തിൽ കൂടുതൽ കസ്റ്റഡിയിൽ വെക്കാൻ കോടതിക്ക് അധികാരമില്ല. അപ്പോൾ ഡീഫോൾട്ട് ബെയിൽ കൊടുത്തേ പറ്റൂ എന്ന് സുപ്രീം കോടതി വിധികളുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. സുപ്രീം കോടതി കഴിഞ്ഞ മാസം അവസാനം പറഞ്ഞൊരു വിധിയിൽ പറയുകയാണ്, ഈ ഒരു അന്വേഷണ ഏജൻസിയോടും ഇത്ര ദിവസത്തിനകത്ത് നിങ്ങൾ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിരിക്കണം എന്ന് നിർബന്ധിക്കാൻ ഒരു റിട്ട് കോടതിക്ക് അധികാരവുമില്ല. അപ്പോൾ കോടതികൾക്ക് നിയമത്തിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പോൾ അന്വേഷണ ഏജൻസിയെ വിശ്വസിക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ അവിടെ ഇന്റർഫിയറൻസ് വരുന്നുണ്ടെങ്കിൽ ആരാണ് ഈ പ്രശ്നം ഉയർത്തി കാണിക്കേണ്ടത്? പ്രതിപക്ഷത്തിന്റെ ജോലിയാണ് അവർ നിർവഹിക്കുന്നത്. ശ്രീയത്ത് സലാം, അയ്യപ്പന്റെ ഒരു തരി സ്വർണം കട്ടവൻ ആരായാലും പിടിയിലാകണം എന്നുള്ളതാണ്, ആ സ്വർണം തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് സർക്കാരിൻ്റെയും CPM-ൻ്റെയും നിലപാടെന്ന് ആവർത്തിച്ച് പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്, സർക്കാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായവർ ഇങ്ങനെ ജാമ്യത്തിലിറങ്ങുന്നതിൽ ഒരാശങ്കയും നിങ്ങളുടെ ആരുടെയും ഒരു പ്രതികരണമായി കണ്ടില്ല. ഇതാ 3 പ്രതികൾ 3 പേർ ഓരോരുത്തരായി ഇങ്ങനെ ഇറങ്ങി വരുന്നു. അടുത്തത് പോറ്റിയുടെ ഊഴമാണ്. അതൊരു ആശങ്ക വേണ്ടേ? അങ്ങനെ ഒരു ആശങ്ക നിങ്ങളുടെ ആരുടെ ഭാഗത്തുനിന്നും കാണാത്തത് എന്തുകൊണ്ടാണ്? ആശങ്കയില്ലാത്ത പ്രശ്നമല്ല സ്മൃതി. ഇതിൽ ഒന്ന്, നേരത്തെ റോജി സംസാരിക്കുമ്പോൾ കോടതിയുടെ പരാമർശത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് കേൾക്കുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ ഇത് രണ്ട് കോടതിയാണ് എന്നുള്ളത് പലപ്പോഴും അത് പറയാതെയാണ് പലപ്പോഴും പറയുക. ശ്രീ രാജഗോപാൽ സാറും ശ്രീ മധു മണിവലൈ അവർ രണ്ടാളുകളും ഒരു രാഷ്ട്രീയമായ പക്ഷമില്ലാത്തതാണ് അവർ സംസാരിച്ചത്. അത് നമുക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെ ഒരു ശരിയായ സ്ഥിതി എന്താണെന്നും ഒരവസ്ഥ എന്താണെന്നുള്ള കാര്യം. ഗൗരവമായൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ റോജി പറഞ്ഞ ജാമ്യം പരിഗണിക്കപ്പെടുന്ന സിംഗിൾ ബെഞ്ചാണ് ഈ പരാമർശത്തെ, റോജി പറഞ്ഞ പരാമർശം നടത്തിയേക്കുന്നത് സിംഗിൾ ബെഞ്ചാണ്. ഒരു പ്രതിയുടെ ജാമ്യം ചെല്ലുമ്പോൾ SITയുടെ ഒരു ആദ്യം മുതലേയുള്ള അന്വേഷണത്തെ മൊത്തം റിപ്പോർട്ടും ആ കോടതി വരുമോ? സാമാന്യമായി നമുക്കറിയാമല്ലോ. ഇപ്പോൾ അദ്ദേഹം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഇവിടെ ഉണ്ടല്ലോ, വരുമോ? ആ കോടതി മുമ്പാകെ വരുന്ന വിവരം വെച്ചാണല്ലോ അത് സ്വാഭാവികമായിട്ട് കോടതിയുടെ ഒരു കമൻ്റ് ആണെങ്കിലും
അല്ലെങ്കിൽ വിധിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണെങ്കിലും വരുന്നത്, ഇവിടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് സ്വാഭാവികമായിട്ട് SITയുടെ എൻക്വയറിയുടെ റിപ്പോർട്ട് തുടക്കം മുതൽ ഈ നിമിഷം വരെയും പൂർണ്ണമായി പരിശോധിച്ചിട്ട് നാൾ വഴി ഉൾപ്പെടെ പരിശോധിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഇവിടെ SIT നമ്മൾ വേണേൽ കുറ്റം പറയാം, എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ഞാനും വേണേ ഇരുന്ന് പറയാം, നമുക്ക് എല്ലാവർക്കും കൂട്ടമായി ഇരുന്ന് പറയാം. പക്ഷെ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് 17/10-ലാണ്, തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് 10/1-ലാണ്. 3 മാസം കഴിഞ്ഞിട്ടാണ് തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്ന ഒരു കേസിൽ. ആ കേസിൻ്റെ എൻക്വയറി സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്വർണം കണ്ടില്ല എന്ന് ദ്വാരപാലസിൽ പോയി ബന്ധപ്പെട്ട് ആദ്യം ഒരു കാര്യം പറയുന്നു. റോജി മറുപടി പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സമയത്ത് ശ്രീ VD സതീശൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്ത് പരസ്യമായി സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. പിന്നീടാണ് മാറി പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരൻ്റെ വീട്ടിൽ നിന്നാണ് ഇത് കണ്ടെത്തുന്നത്. അവിടെ നിന്നല്ലേ ഒരു ടെസ്റ്റ് ഉണ്ടായിട്ട് കേസിൻ്റെ സ്വഭാവത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യ സമയത്ത് ദ്വാരപാല ശില്പം മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ. ഇപ്പം അതിനുശേഷം കട്ടിളപ്പാടി അന്വേഷിക്കുന്നു, ഇപ്പോൾ കോൺക്രീറ്റ് കൊടിവിൽ അന്വേഷിക്കണം എന്ന് കോടതി പറയുന്നു. ഞാൻ ഈ അറസ്റ്റിൻ്റെ ഡേറ്റ് ഞാൻ പറയാൻ കാര്യം, 3 മാസം ഗ്യാപ്പിലാണ് പോറ്റി അറസ്റ്റ് ചെയ്യപ്പെട്ടതും തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടതും. ഒരേ കേസിലേക്ക് പ്രതിയാക്കപ്പെട്ടു എന്ന അതിൻ്റെ ഗ്യാപ്പ് ഉണ്ടായതിൻ്റെ കാര്യം എന്താണ്? അത്രയും ഒരു എന്താ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കേസായിട്ട് ഇത് സ്വാഭാവികമായിട്ട് SITയുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യപ്പെടുകയും തന്ത്രിയെ പോലെയുള്ള അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആ കേസിന് ആസ്പദമായ അതിൻ്റെ ബേസ് ഉണ്ടാവുക എന്ന കാര്യം പ്രധാനമാണ്. ഇല്ലെങ്കിൽ ഒരു തന്ത്രിയെ ഈ പറഞ്ഞമാരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത്, ദൈവഹിതത്തിൽ നിന്ന് ആദ്യം തോന്നിച്ചത് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ പാൻഡോറയുടെ പെട്ടി തുറന്ന പോലെയായി എന്ന് കോടതി പറഞ്ഞു. കടന്നൽ കൂട് പൊട്ടിച്ച പോലെയായി എന്നും കോടതി പറഞ്ഞു. ഇത് പറയാൻ കാര്യം എന്താണ്? ആദ്യം ഒന്ന് അന്വേഷിച്ച് എന്ന കാര്യം കുറച്ച് കാര്യമാണ്. ഇത് തുറന്നു നോക്കിയപ്പോൾ ഇതിങ്ങനെ അനന്തമായി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഗൗരവമായ ഒരു കാര്യം നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം ഞാൻ പറയുന്നത്, അത് സ്ഥിരീകരിച്ച് ഞാൻ അങ്ങനെ പറയും ശരി, നേരത്തെ അദ്ദേഹം കോടതി മുമ്പാകെ ഇരിക്കുന്ന ഒരു കാര്യമാണ്. ഈ സ്വർണത്തിൻ്റെ അളവ് ഇപ്പോൾ അളവ് കൃത്യമായിട്ടുണ്ടാവും. നേരത്തെ ഉണ്ടായിരുന്ന അളവിനെക്കുറിച്ച് SITക്ക് മുമ്പിലോ കോടതിക്ക് മുമ്പാകെയോ വ്യക്തമായ കൃത്യമായ രേഖയുണ്ടോ? ഇതൊരു പ്രശ്നമാണ്. ശ്രീ മധു മണിമല കുറെ കാര്യം അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് രേഖകളുണ്ട് എന്നാണ്, ദേവസ്വം ബോർഡിൽ രേഖകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന സ്വർണത്തെ സംബന്ധിച്ച്. ഞാൻ പറയുന്നത് അതിലൊക്കെ കുറച്ച് അവ്യക്തത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ അളവ് ഉണ്ടെങ്കിലാണ് ഇപ്പോൾ അളവുമായി താരതമ്യം ചെയ്തിട്ട് എത്രയാണ് നഷ്ടപ്പെട്ടത്, എവിടെയാണ് ഇത് കണ്ടെത്താം. ഇങ്ങനെയെല്ലാം ഉള്ളൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഈ കേസിൻ്റെ എൻക്വയറി ഉണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാവുന്നത് ഇത് ഡയറക്റ്റ് ആയിട്ട് ഓരോ സമയത്തും പരിശോധിക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണെന്നുള്ളത് കൊണ്ട് അവർക്കറിയാം. പക്ഷെ ഒരു ജാമ്യം പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ചിന് ഇത് അറിയത്തില്ല. അതുകൊണ്ട് അവർ കമന്റ് പാസ്സാക്കും. പിന്നെ ഒരു കാര്യം ശേഷം തിരിച്ചു വന്നപ്പോൾ കൂടുതൽ സ്വർണം എത്തി എന്ന് വരെ പറഞ്ഞവരുണ്ട്. ഒരു കാര്യം കൂടി ഇപ്പോൾ ശബരിമലയിൽ 25 ലക്ഷത്തിന് മേലെ ഒരു നിർമ്മാണം നടക്കണമെങ്കിൽ കോടതിയുടെ പെർമിഷൻ വേണം. ഇതുപോലെ കുറേ വർഷമായി ശബരിമലയിൽ ഏത് ഭരണകാര്യത്തിലും കോടതി മേൽനോട്ടമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ ക്രൈം ഉണ്ടാവുന്ന സമയത്ത് കോടതി മേൽനോട്ടമുണ്ട്? ജഡ്ജിമാർ മേൽനോട്ടം വഹിച്ചിരുന്നു. എങ്ങനെയാണ് ഇത് കോടതിയിലേക്ക് എത്തുന്നത്? അല്ല ശ്രീ കോടതിയുടെ മേൽനോട്ടം അംഗീകരിച്ചില്ല എന്നുള്ളതാണല്ലോ പ്രശാന്ത് കോടതി തിരിഞ്ഞത്. അതല്ല ഞാൻ പറയുന്നത്, അതല്ലെന്ന് ഞാൻ പറയുന്നത് ഞാൻ സ്മൃതിക്ക് തിരിഞ്ഞോന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഈ ക്രൈം ഉണ്ടാകുന്ന സമയത്തും ഇതുപോലെ കോടതി മേൽനോട്ടം ഉണ്ട്. സാധാരണ ശബരിമലയുടെ പ്രവർത്തനങ്ങളിൽ ഭരണകാര്യങ്ങളിൽ അതിൻ്റെ മേൽനോട്ടം അന്നുണ്ട്. അപ്പം അന്നെന്താണ് അത്തരം നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള മേൽനോട്ടക്കാരുടെ ഭാഗത്തുണ്ടായി വീഴ്ചയുണ്ടോ? സ്വാഭാവികമായിട്ട് ഭാവിയിൽ ഇതിങ്ങനെ എൻക്വയറി മുന്നോട്ട് പോയി എവിടം വരെ എത്തുന്നുള്ള കാര്യം നമുക്ക് തുമ്പും ഇല്ലാത്ത പോലെ. പിന്നെ ഒരു കാര്യം, റോജി പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ആക്ഷേപിക്കുന്നത് ഇപ്പോൾ ശ്രീ VD സതീശൻ കടകംപള്ളി സുരേന്ദ്രനെ ആക്ഷേപിച്ചു. അദ്ദേഹം കേസ് കൊടുത്തു, 128 ദിവസമായി. ഞാൻ ചോദിക്കുന്നത്, കോടതി കേസ് വന്നപ്പോൾ എന്താണ് മലക്കം പറഞ്ഞു എന്തുകൊണ്ടാണ് ശ്രീ VD സതീശൻ മലക്കം പറഞ്ഞല്ലോ? എന്താ പറഞ്ഞത്? അദ്ദേഹം ദേവസ്വം മന്ത്രി ആയിരുന്നുകൊണ്ട് അറിയാമായിരുന്നിരിക്കും എന്ന് ഞാൻ കരുതിയെന്നല്ലേ കോടതിയിലേക്ക് ഈ പ്രശ്നം വന്നപ്പോൾ പറഞ്ഞത്? അല്ല, ഇദ്ദേഹത്തിന് പങ്കുണ്ട്, സ്വർണം കൊണ്ട് കൊടുത്ത വ്യാപാരി ഇദ്ദേഹത്തിന് അറിയാം എന്നെന്തേ തറപ്പിച്ച് കോടതി പറഞ്ഞില്ല? ഈ കേസ് കടകംപള്ളി കൊടുത്ത കേസ് പരിഗണിക്ക് വന്നപ്പോൾ. അപ്പൊ നിങ്ങളിങ്ങനെ പുകമറ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ചെയ്യാത്തതിന്റെ കാര്യം അത് തന്നെയാണ്. പുകമറ നിലനിർത്താൻ വേണ്ടിയാണ് ചർച്ചയിലേക്ക് വരാത്തത്. ശരി, റോജി മറുപടി പറയാം. സ്മൃതി, ഞാനൊന്ന് ഇറങ്ങുവാണ്. സ്മൃതി, ഞാൻ 2-3 കാര്യങ്ങൾ
രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇവിടെ ഇദ്ദേഹം പറഞ്ഞു ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് ഈ പരാമർശം നടത്തിയത്, ഡിവിഷൻ ബെഞ്ച് ഇതൊന്നും നടത്തിയിട്ടില്ല എന്ന്. നമ്മൾ കാണേണ്ടത് അതിനും മേലെയുള്ള കോടതിയാണ് സുപ്രീം കോടതി. ആ സുപ്രീം കോടതി തന്നെ ഈ കേസിൽ ജാമ്യാപേക്ഷയുമായിട്ട് ഇതിലെ ഒരു പ്രതി ചെന്നപ്പോൾ പറഞ്ഞത് അയ്യപ്പന്റെ സ്വർണം കട്ടിട്ട് നിങ്ങൾ ജാമ്യാപേക്ഷയുമായി വന്നിരിക്കുന്നു എന്നാണ്. അതായത് അത്ര ഗൗരവമായിട്ട് സുപ്രീം കോടതി പോലും കണ്ട ഒരു കേസിലാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കുറ്റപത്രം സമർപ്പിക്കാത്തത് മൂലം ഈ പ്രതികളൊക്കെ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകാൻ പോകുന്നത്, ഇൻക്ലൂഡിംഗ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അത് ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തെ വിഷയം, ഇവിടെ ഇതിനകത്തെല്ലാം കാണേണ്ട കാര്യം, ഒന്ന്, എങ്ങനെയാണ് ഈ കേസ് നമ്മുടെ മുമ്പിൽ വെളിച്ചത്ത് വരുന്നത്? ഇപ്പൊ 2024 2019 ദേവസ്വം ബോർഡും CPM-ന്റെ നേതാക്കന്മാരും എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഗൂഢാലോചന നടത്തി വളരെ ഭംഗിയായി ഈ സ്വർണം കളവ് നടത്തി, ഇത് വിൽപ്പന നടത്തി, അത് കൊള്ളയടിച്ച ആളുകള് അത് വളരെ നല്ല ഭംഗിയായി ഒരു പ്രശ്നവും കൂടാതെ ഇത് കൊള്ളയടിക്കാൻ സാധിച്ചു. അതേ കളവ് വീണ്ടും 2024 നടത്തുവാൻ വേണ്ടി കോപ്പ് കൂട്ടിയപ്പോഴാണ്, അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയപ്പോഴാണ് ഇത് കോടതിയുടെ ശ്രദ്ധയിലേക്ക് വരുന്നതും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളൊക്കെ അന്വേഷിക്കുന്നതും കോടതി തന്നെയാണ് ഇത് കളവ് നടന്നു എന്നുള്ള കാര്യം കണ്ടെത്തുന്നതും ഇത് പുറംലോകം അറിയുന്നതുമൊക്കെ. അതായത് 2019 കളവ് നടത്തിയ അതേ സംഘം, അന്നത്തെ ദേവസ്വം ഒറ്റ മാറ്റം ഉണ്ടായിട്ടുള്ളൂ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാറി, പുതിയ ദേവസ്വം ബോർഡ് വന്നു, അതേ സർക്കാർ, അതേ CPM, അതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം ഒരേ ആളുകൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം മാറി, ദേവസ്വം മന്ത്രി മാറി. അപ്പോൾ 2019 കളവ് വളരെ വിജയകരമായി നടത്തി. അതൊരു കള്ളന്മാരുടെ സൈക്കോളജിയാണ്. അതായത് ഒരു തവണ കളവ് നടത്തി, ആരും പിടിച്ചില്ല, അതിന്റെ കളവ് നടത്താൻ വളരെ സുഗമമായിട്ട് പറ്റി. അപ്പോൾ എന്താണ്, അതേ കളവ് വീണ്ടും നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ 2024 അതേ കളവ് നടത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇവിടെ പിടിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഇവിടെ കാണേണ്ടുന്ന കാര്യം. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്താ, അതിനേക്കാൾ ഗൗരവമുള്ള പ്രശ്നം താങ്കൾ നേരത്തെ ചോദിച്ചു, ഇത്രയും വലിയ കളവ് നടത്തിയെന്ന് സുപ്രീം കോടതി ഉൾപ്പെടെ പറഞ്ഞിട്ട് ആ CPM നേതാക്കന്മാരെ ഇപ്പോഴും CPM തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, അവരെ സംരക്ഷിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി എന്താണ് പത്മകുമാറിനെ കുറിച്ച് പറഞ്ഞത്? അദ്ദേഹം കളവ് നടത്തി, അദ്ദേഹം പ്രതിയല്ലേ ആയിട്ടുള്ള, അദ്ദേഹത്തെ കുറ്റക്കാരനായിട്ട് കോടതി കണ്ടെത്തിയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതേ CPM തന്നെ, ഈ സർക്കാരും തന്നെ ഈ പ്രതികളെ എല്ലാം സംരക്ഷിക്കുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഈ കേസിൽ തൊണ്ടി മുതൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ പ്രതികൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ പിന്നെ ഈ തൊണ്ടി മുതൽ കണ്ടെത്താൻ SIT-യെ സംബന്ധിച്ച് അത് കൂടുതൽ എളുപ്പമാകുമോ അതോ കൂടുതൽ ദുഷ്കരമാകുമോ? അപ്പോൾ ഇത് കേസിന്റെ തൊണ്ടി മുതൽ പോലും കണ്ടെത്താൻ സാധിക്കാത്ത വിധത്തിൽ ഈ കേസ് തേച്ചു മായ്ച്ച് കളയാം എന്നുള്ള ഒരു ചിന്തയാണ് CPM-നെയും സർക്കാരിനെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. റോജി, പക്ഷേ നിങ്ങൾ കേന്ദ്ര ഏജൻസി വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നതാണല്ലോ റോജി, നിങ്ങൾ കേന്ദ്ര ഏജൻസി വേണമെന്ന് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് ED വന്നു കഴിഞ്ഞിരിക്കുന്നു. ED ഇപ്പോൾ ചില നടപടികളിലേക്ക് കടക്കുന്നു. ED പക്ഷേ ചില സമയങ്ങളിൽ സജീവമാകുകയും ചില സമയങ്ങളിൽ നിശബ്ദമാകുകയും ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ED-യെ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ നമുക്കിപ്പോ ഈ രാജ്യത്തുള്ള അന്വേഷണ ഏജൻസികളെ കൊണ്ടല്ലേ അന്വേഷിപ്പിക്കാൻ പറ്റുള്ളൂ. നമുക്കിപ്പോ മറ്റേ FBI വന്ന് അന്വേഷിക്കണം നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. കാരണം ഇതിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനകത്ത് കള്ളപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ അന്വേഷിക്കണമെങ്കിൽ അത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു ഏജൻസി അന്വേഷിക്കണം. ED-യെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ED-യുടെ ആക്ടിവിറ്റീസ് വളരെ ഡൂബിയസ് ആണ് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നിലവിൽ രാജ്യത്ത് ഇത് അന്വേഷിക്കാൻ കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഏജൻസികളല്ലേ ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ സാധിക്കുകയുള്ളൂ. അത് വേറെ നിർവാഹം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ കാണേണ്ടത്, ഇപ്പോൾ അന്വേഷണത്തെ പോലും വഴിതിരിച്ചു വിടാനായിട്ടുള്ള ശ്രമം ഉണ്ടായി. ആദ്യം പറഞ്ഞു വാജി വാഹനം കൈമാറി UDF-ന്റെ കാലത്താണ്, ഇതിലെല്ലാം UDF-ന്റെ ദേവസ്വം ബോർഡ്, അന്ന് നിയമിച്ച ദേവസ്വം ബോർഡ് എല്ലാം പ്രതികളാണ് എന്ന രീതിയിൽ വലിയ പ്രചരണം നടത്താനായിട്ട് ശ്രമിച്ചു. ഒടുവിൽ എന്താ, നമ്മളെല്ലാവരും കണ്ടില്ലേ, ഹൈക്കോടതി നിയമിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് ഈ വാജി വാഹനം കൈമാറിയതെന്നും ആ നടപടിക്രമങ്ങളെല്ലാം വളരെ കൃത്യമായിരുന്നുവെന്നും ഒടുവിൽ തെളിവുകളും രേഖകളും ഒക്കെ പുറത്തു വന്നു. അപ്പോൾ ഈ അന്വേഷണത്തെ വഴിതിരിച്ചു വിടുവാനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമുണ്ടാകുന്നു. ഇതിലെ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ CPM-ന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരാണ്. അവരെ സംരക്ഷിക്കുവാനും അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട് CPM-ന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അവരിൽ ഒരാൾക്കെതിരെ പോലും ഒരു ചെറിയ ഒരു അച്ചടക്ക നടപടി എടുക്കുന്നത് പോട്ടെ, അവരെ ഒരാളെ തള്ളിപ്പറയാൻ പോലും ഇവർ തയ്യാറാവുന്നില്ല. അപ്പൊ ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള കാര്യം, ഈ സ്വർണം അടിച്ചു മാറ്റിയ ആളുകൾ ഇതൊരു കൊള്ള സംഘമായി കഴിഞ്ഞ കുറെ കാലങ്ങളായി CPM ഭരണത്തിന് കീഴിൽ ശബരിമലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർ വീണ്ടും വീണ്ടും ഈ കളവ് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരെയൊക്കെ സർക്കാർ സംരക്ഷിക്കുകയാണ്. ഇത് ജനങ്ങളുടെ മുമ്പിൽ ഈ വസ്തുതകളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് എന്താ ചർച്ച ചെയ്യേണ്ടത്? ഇവർ പറഞ്ഞല്ലോ ചർച്ച ചെയ്യാം. റൂൾ 50-യെ കുറിച്ചൊക്കെ ശ്രീ സലാം വാചാലാവുന്നത് കേട്ടു. ഈ വിഷയത്തിൽ എന്താ ചർച്ച ചെയ്യേണ്ടത്? ഇതിനകത്ത് ആർക്ക് പോറ്റിക്ക് എത്ര സ്വർണം കിട്ടി, കടകംപള്ളിക്ക് എത്ര സ്വർണം കിട്ടി, അല്ലെങ്കിൽ ആർക്കൊക്കെ എത്ര സ്വർണം കിട്ടിയെന്ന് നമ്മൾ നിയമസഭയിൽ ചർച്ച ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? ഇത് വളരെ വ്യക്തമായി കളവ് നടന്നിരിക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് വേണ്ടത് ആക്ഷനാണ്.
ഇതിൽ ചർച്ചയല്ല നമുക്ക് വേണ്ടത്. ഇതിൽ ഒരു ആക്ഷൻ ഉണ്ടാവുന്നില്ല. CPM ഇവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നില്ല. ഇവർക്കെതിരെ യാതൊരു തരത്തിലും നല്ല നടപടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് മന്ത്രിയോ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആളുകളോ പോലും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് നമുക്കിവിടെ ചർച്ചയല്ല വേണ്ടത്, നമുക്കിവിടെ ആക്ഷനാണ് വേണ്ടത്. ആ ആക്ഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളത് CPM ഇനി കേസിലുള്ള താല്പര്യം വ്യക്തമാക്കുന്നതാണ്. ആ CPMന്റെ ഇതിനകത്തുള്ള ഗൂഢ താല്പര്യം ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുകയാണ്. ശരി റോജി. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇതിപ്പോൾ ED-ലേക്ക് അടുത്ത ഘട്ടം ED-യിലേക്ക് പോകുന്നു എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ED നേരത്തെ പറഞ്ഞ പോലെ ED പല ഘട്ടങ്ങളിലും രാഷ്ട്രീയ ആയുധമാണോ എന്ന് സംശയിക്കാവുന്ന തരത്തിൽ പല ഘട്ടങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ചില രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ കേസെടുക്കുക, അതിവേഗം മുന്നോട്ട് പോവുക, പിന്നീട് അതിവേഗം തന്നെ അതിൽ നിശബ്ദരാവുക, ഇതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രമായി ED അന്വേഷണത്തിന്റെ വേഗവും അതിന്റെ വേഗമില്ലായ്മയും കാണുമ്പോൾ ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ED-യുടെ അന്വേഷണത്തിൽ എത്രത്തോളം നമ്മൾ വിശ്വാസം വെക്കേണ്ടതുണ്ട്? ശബരിമല സ്വർണ്ണക്കൊള്ള എന്നുള്ളത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നുകൊണ്ട് തന്നെയാണ് അതിന്റെ ഗൗരവം ആ രൂപത്തിൽ കോടതിയും കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തൊണ്ടി മുതൽ കണ്ടെത്താത്ത സാഹചര്യമാണെങ്കിൽ പിന്നെ ഈ കേസിന്റെ ഭാവി എന്താണ്? ഈ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് ഇപ്പോൾ SIT നടത്തുന്ന അന്വേഷണത്തെക്കാൾ കൂടുതൽ വലിയൊരു അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ അതിന് ഒരു പകരം വെക്കാനോ ED-യുടെ അന്വേഷണം കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ പിക്ചറിലേക്ക് വരുന്നത് എപ്പോഴാണ്? ഒരു ക്രൈം ഓൾറെഡി നടന്നു കഴിഞ്ഞു. അതായത് അത് ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ആകാം, കൊള്ള നടത്തിയതാകാം, അതൊക്കെ തെഫ്റ്റ് എന്ന് പറയുന്നത് ആകാം, എന്തും ആകാം. അതിനുശേഷം ആ സ്വർണം ഏതെങ്കിലും രീതിയിൽ വിറ്റിട്ട് അതിൻ്റെ പ്രൊസീഡ്സ് ഓഫ് ദ ക്രൈം എന്ന് പറയും, ആ ക്രൈമിൽ കൂടി കിട്ടിയ പണം അത് വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മാർക്കറ്റിലേക്ക് പണം ഇറക്കിയിട്ട് അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ആയിരിക്കാം ഉപയോഗിക്കുന്നത്. പക്ഷേ ആ പണം ന്യായമാണ്, വെളുപ്പിക്കുകയാണ്, ഇത് നല്ല മാർഗത്തിൽ കൂടി കിട്ടിയതാണെന്നുള്ള വ്യാജേന അത് മാർക്കറ്റിൽ ഇറക്കുമ്പോഴാണ് ED അവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് എവിടെയോ ഇതിന് തൊണ്ടി മുതൽ കിട്ടിയില്ല എന്ന് പറയുമ്പോഴും അവിടെ തൊണ്ടി മുതലിനെ വെളുപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നു, അവിടെ എവിടെയോ അത് ഉപയോഗിച്ച ആളുകൾ പർച്ചേസ് നടത്തുകയും എന്തൊക്കെ രീതിയിൽ ആ പണം അവിടെ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞു. അപ്പോഴാണല്ലോ ED വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇതുവരെ തൊണ്ടി മുതൽ കിട്ടാത്തത് എന്ന ചോദ്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതുവരെയുള്ള തെളിവുകൾ വെച്ചിട്ട് ന്യായമായിട്ടുള്ള ഒരു റിപ്പോർട്ട്, ഒരു ഫൈനൽ റിപ്പോർട്ട് ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയാത്തത് എന്ന ചോദ്യവും അവിടെ നിൽക്കുകയാണ്. അതിന് നമുക്ക് മുഴുവൻ വസ്തുതകൾ അറിയാത്ത സ്ഥിതിക്ക് ഇതിനപ്പുറത്തേക്ക് ഈ ഒരു സ്റ്റേജിൽ പറയാൻ കഴിയില്ല. പക്ഷേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ട് ഹൈക്കോടതി ഓരോ സ്റ്റേജിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ആരാണോ കുറ്റകൃത്യത്തിന് പിന്നിലുള്ളത് അവർക്ക് ഒരു ഡെറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി എന്ന ഒരു കുറ്റമെങ്കിലും ഉറപ്പാണ്. കാരണം നിരപരാധിയായിട്ട് കണക്കാക്കണം എന്ന് പറയുമ്പോഴും ആ സ്ഥാനത്തിരിക്കുന്നവർ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, ദേവസ്വം ബോർഡിൻ്റെ ഒഫീഷ്യൽസൊക്കെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നു. അതിൽ ക്രിമിനാലിറ്റി ഉണ്ടോ, അവരും കൂടെ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്നൊക്കെ അന്വേഷണത്തിന് ശേഷമേ വെളിപ്പെടുകയുള്ളൂ. പക്ഷേ അതിനകത്ത് ഒരു വീഴ്ച വന്നിട്ടുണ്ടെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നതാണ്. ശരി, ശ്രീ മധു മണിമല, അങ്ങയുടെ ഒരു പ്രതീക്ഷ എന്താണ്? അങ്ങ് പല ഘട്ടങ്ങളിലും SIT-യിൽ പൂർണ്ണമായ വിശ്വാസം രേഖപ്പെടുത്തിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വിശ്വാസത്തിന് അപ്പുറം പരിമിതികളാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമാകുന്നത്. SIT-ക്ക് മുന്നോട്ട് പോകാനാകാത്ത വിധത്തിലുള്ള തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വർണം കണ്ടെത്തുക എന്നുള്ളത് അത് ദുർഘടമാകുന്നു. ഇനിയിപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്ന VSCC പരിശോധന തന്നെ രണ്ടാമത് നടത്തേണ്ടി വരുന്നിരിക്കുന്നു. അതിൻ്റെ ഫലമൊക്കെ കൃത്യമായി ലഭിക്കുക വളരെ ബുദ്ധിമുട്ടാകും എന്നൊക്കെ ചില വിദഗ്ധർ പറയുന്നുണ്ട്. അതും ഒരുപാട് സമയമെടുക്കും എന്നുള്ളതാണ്. ആ സമയത്തിനിടയ്ക്ക് അന്വേഷണവുമായി അത്രയും സമയം എടുത്തുകൊണ്ട് അന്വേഷണം നടത്താൻ SIT-ക്ക് എങ്ങനെ സാധിക്കും? ശ്രീ മധു മണിമല. ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിലാണ് സംസാരിക്കുന്നത്. അയ്യപ്പ ഭക്തരെല്ലാവരും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനോടും അവർ നിയോഗിച്ച SIT-യോടൊപ്പമാണ് നിലകൊള്ളേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എനിക്ക് കിട്ടാവുന്ന എല്ലാ തെളിവുകളും കിട്ടാവുന്നത്ര സാക്ഷികളെയും സംഘടിപ്പിച്ച് കൃത്യമായിട്ട് SIT-ക്ക് മുമ്പ് ഞാൻ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അന്വേഷണം നടക്കും, കുറ്റവാളികൾ എല്ലാവരും ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. 1995 ശേഷം, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ N ഭാസ്കരൻ നായർ സാറിൻ്റെ ദേവസ്വം ബോർഡിന് ശേഷം 3 പതിറ്റാണ്ടിലേറെയായിട്ട് ശബരിമലയെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു മാഫിയ സംഘമുണ്ട്. കൃത്യമായിട്ട് തെളിവുകൾ, കൃത്യമായിട്ട് സാക്ഷികൾ, രേഖകൾ സഹിതം ഞാൻ തരാം. പക്ഷേ എനിക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടണം.
ആ പറയാനുള്ള സാക്ഷികൾ സഹിതം പറയാം. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഒരു 4686 ദിവസങ്ങൾ, 33 വർഷങ്ങൾ, 2025 ഡിസംബർ 4 തീയതി വരെ ശബരിമലയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ പേരെടുത്ത് പറയുന്നത് ക്ഷമിക്കണം, സുനിൽ സ്വാമി എന്ന് പറയും. ശബരി ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്, കൊല്ലം സ്വദേശിയാണ്. അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ 33 വർഷം ശബരിമലയിൽ എന്ത് നടന്നു, ആരുടെ കാലത്ത് എന്തൊക്കെ നടന്നു എന്ന് കൃത്യമായിട്ടറിയാം. പക്ഷേ അദ്ദേഹം ആരുടെയും കുറ്റങ്ങളും കുറവുകളും പറയാനായിട്ട് തയ്യാറാവത്തില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ. പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായിട്ട് വിവരങ്ങൾ അറിയാം. പക്ഷേ SITയെ സംബന്ധിച്ച് SITക്ക് സമയപരിമിതി നല്ലവണ്ണം ഉണ്ട്. നമുക്കറിയാവുന്ന ഏതൊരു വിവരവും SITയുടെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞാൽ SIT അതേക്കുറിച്ച് അന്വേഷിക്കും, കൃത്യമായിട്ട് തെളിവുകൾ കണ്ടെത്തും, സാക്ഷികളെ കണ്ടെത്തും, കൃത്യമായിട്ട് കുറ്റപത്രം തയ്യാറാക്കും. കൃത്യമായിട്ട് തെളിവുകളും ഇല്ലാതെ ഒരു കോടതിയിൽ ഒരു കേസ് കൊണ്ടുവന്നാൽ ഇവർ ഊരിപ്പോകും. ശബരിമലയെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഇപ്പം ഇവിടെ 2 പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഇവിടെ സംസാരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൽ അതാത് കാലത്ത് ഭരണത്തിൽ വരുന്ന CPMൻ്റെ പ്രതിയാകട്ടെ കോൺഗ്രസിൻ്റെ പ്രതിയാകട്ടെ അവരുടെ രാഷ്ട്രീയ താല്പര്യം വെച്ചാണ് അവർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിശ്ചയിക്കുന്നത്. ദേവസ്വം ബോർഡ് ആദ്യത്തെ മെമ്പറേയും ദേവസ്വം കേരള മന്ത്രിസഭയിലെ ഹിന്ദു മന്ത്രിമാരാണ് തീരുമാനിക്കുന്നത്. രണ്ടാമത്തെ മെമ്പറെ തീരുമാനിക്കുന്നത് നിയമസഭയിലെ ഹിന്ദു MLAമാരാണ്. ഇവരെ നിശ്ചയിച്ച് ഇവരെ അധികാരമേറ്റ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന് യാതൊരു വിധത്തിലുള്ള അധികാരങ്ങളും അവകാശങ്ങളും നിയന്ത്രണങ്ങളും ഇവരുടെ പേരിലില്ല. സ്വതന്ത്ര പരമാധികാര സ്ഥാപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇല്ലാത്ത അധികാരം ഇവരുണ്ടെന്ന് നടിക്കുകയാണ്. എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇല്ലാത്ത അധികാരം ഉണ്ടെന്ന് നടിക്കുന്നത്. അവലോകന യോഗങ്ങൾ കൂടുന്നു, കാര്യങ്ങൾ പറയുന്നു, ഞങ്ങളാണ് ഇതെല്ലാം നടത്തുന്നത്, ഞങ്ങളില്ല ഒന്നും നടക്കത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ N. ഭാസ്കരൻ നായർ സാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് 2 ടൈം 8 വർഷം ഭരിച്ചു. ഒരു മന്ത്രി അവിടെ ഇടപെടാൻ വന്നിട്ടില്ല, ഒരു സർക്കാർ അവിടെ ഇടപെടാൻ വന്നിട്ടില്ല. കാരണം ഭരിക്കാൻ അറിയാവുന്നതിനറിയാം ദേവസ്വം ബോർഡിന് എന്തൊക്കെ അധികാരം ഉണ്ടെന്ന്, സർക്കാർ അതിൻ്റെ ഇടപെടാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ കാര്യം അതല്ല. ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യം പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ അഡ്വക്കേറ്റ് രാജഗോപാൽ സാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. രാജഗോപാൽ സാർ പ്രസിഡന്റ് ആയിരിക്കുന്ന രാജഗോപാൽ സാർ ഇരിക്കുന്ന കാലത്ത് അദ്ദേഹമല്ല, അദ്ദേഹം CPMൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയപ്പോഴാണ് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്നത്. ദേവസ്വം മന്ത്രി അവിടെ ശബരിമല വരുന്നു, എല്ലാം ഞാനാണ് നടത്തുന്നത്, എൻ്റെ ഉത്തരവാദിത്തമാണ് എല്ലാം നടന്നത്, ഭക്തജനങ്ങളെ ബോധിപ്പിക്കുന്നു, മാധ്യമങ്ങളെ ബോധിപ്പിക്കുന്നു, മാധ്യമങ്ങളുടെ മുന്നിൽ അവരുടെ ഫോട്ടോയും വാർത്തകളൊക്കെ വരണം. അതിനപ്പുറം അവർക്ക് യാതൊരു അധികാരമല്ല. ഭരിക്കാൻ അറിയാവുന്നൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കാരണം പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ മുൻപൊക്കെ ദേവസ്വം ബോർഡിൻ്റെ നിയമനം 4 വർഷത്തേക്കായിരുന്നു. 4 വർഷമായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ കാലാവധി. 2006 രാമൻ നായർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന കാലത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായി, പല പ്രയാസങ്ങളും ഉണ്ടായി. ദേവസ്വം ബോർഡിന് മുന്നോട്ട് പോകാൻ ഒക്കത്തില്ലാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അന്ന് സുധാകരനാണ് ദേവസ്വം വകുപ്പ് മന്ത്രി. ദേവസ്വം വകുപ്പ് മന്ത്രി നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാറിൻ്റെ സമ്മർദ്ദപ്രകാരം പ്രത്യേക ഓർഡിനൻസ് കൊണ്ടുവന്നാണ് രാമൻ നായരുടെ സർക്കാരിനെ ദേവസ്വം ബോർഡിനെ പുറത്താക്കിയത്. അതിനുശേഷം പിന്നീടാണ് 2 വർഷമായിട്ട് ദേവസ്വം ബോർഡിൻ്റെ കാലാവധി പറഞ്ഞത്. ഈ 2 വർഷം കാലാവധിയുള്ളൊരു ദേവസ്വം ബോർഡ് ശബരിമല വന്നാൽ മിക്കവാറും വൃശ്ചിക മാസം 1-ാം തീയതിക്ക് തലേ ദിവസം നവംബർ മാസം 16-ാം തീയതി ആയിരിക്കും ദേവസ്വം ബോർഡ് രൂപീകൃതമായിട്ട് ശബരിമല വരുത്തുന്നത്. അവരെത്തിക്കഴിഞ്ഞാൽ അതിന് മുന്നേ ഉള്ള യൂണിയനിലെ കുറച്ച് ആൾക്കാർ ഇവരുടെ ഒപ്പം കൂടും. അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുക. കാരണം പുതിയതായിട്ട് വരുന്ന ദേവസ്വം ബോർഡ് ശബരിമല വട്ടത്തിലാണോ നീളത്തിലാണോ ഇരിക്കുന്ന പോലെ അവർക്കറിയത്തില്ല. അവർ വന്നു കഴിയുമ്പോൾ അതാത് യൂണിയൻ, ആ യൂണിയൻ്റെ ആൾക്കാർ അവരോടൊപ്പം ചേർന്ന് കാര്യങ്ങൾ നടത്തും. ശബരിമല സീസൺ കഴിയുമ്പോഴാണ് ഇവർ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നത്. പിന്നെ അടുത്ത 1 വർഷമേ ഉള്ളൂ. 1 വർഷം കൊണ്ട് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ 1 വർഷത്തെ കാലാവധിയാണ്, ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 1 വർഷത്തേക്കാണ്, ശബരിമല മേൽശാന്തി 1 വർഷത്തേക്കാണ്, കീഴ്ശാന്തി 1 വർഷത്തേക്കാണ്, മാളികപ്പുറം മേൽശാന്തി 1 വർഷത്തേക്കാണ്, ദേവസ്വം ബോർഡ് 2 വർഷത്തേക്കാണ്. ഇത്രയും പേര് കൂടി ശബരിമല ഭരിച്ചാൽ ശബരിമല ആർക്ക് എന്ത് കാര്യങ്ങൾ മനസ്സിലാക്കും? ഒന്നിടവിട്ട വർഷങ്ങളിൽ ശബരിമലയിൽ വരുന്നത് തന്ത്രിയാണ്. തന്ത്രിക്ക് അറിയാവുന്ന പോലെ ശബരിമല മറ്റാർക്കും അറിയത്തില്ല, ഒരു കാര്യം അറിയത്തില്ല. കാരണം ആദ്യം ഈ കേസ് അന്വേഷണത്തിൽ ആദ്യം മുതലേ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിനകത്തെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി 2-ാം പ്രതിയാണ്. 1-ാം പ്രതി കണ്ഠരര് രാജീവർ തന്നെയാണ് എന്ന് ഞാൻ അന്നും ഇന്നും എന്നും പറയുന്ന ഒരു കാര്യമാണ്. കാരണം കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. അന്ന് എന്നെ പലരും പുച്ഛിച്ചു, എന്നെ ഭീഷണിപ്പെടുത്തിയ ആൾക്കാർ ഒരുപാടുണ്ട്. ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണം കൃത്യമായിട്ട് അറസ്റ്റ് വരെ ഉണ്ടായിട്ടുള്ളത് ഞാൻ ഓർക്കുന്നത്. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പിന്നീട് തെളിഞ്ഞു. ഞാനന്ന് തന്ത്രിയുടെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. തന്ത്രിക്കെതിരെ അങ്ങനെ പറയുമോ, തന്ത്രിശാപം കിട്ടുമെന്നവരെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യപ്പനെക്കാട്ട് വലിയൊരാളില്ല, ഞാൻ ജീവിക്കുന്ന അയ്യപ്പന് വേണ്ട, അയ്യപ്പനാണ് എനിക്ക് ജീവനും ആയുസും എല്ലാം തന്നിരിക്കുന്നത്. ഞാൻ അയ്യപ്പനെ വിട്ട് നിൽക്കത്തില്ല, അയ്യപ്പ ഭക്തരെ വിട്ട് നിൽക്കത്തില്ല. അയ്യപ്പ ഭക്തരുടെ താല്പര്യമാണ് എൻ്റെ താല്പര്യം. ഞാൻ അതുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞു. തന്ത്രി അറസ്റ്റിലായെന്ന ഇന്ന് 25 ദിവസമായി അത് അഴിക്കുള്ളിലാണ്. 25 ദിവസമായി. ഞാൻ പറഞ്ഞത് ശരിയായിട്ട് വന്നില്ലേ? അതുപോലെ ഓരോ തെളിവുകൾ സഹിതം ഞാൻ തരാം. നിങ്ങളെ ചോദിക്കുക, ഞാൻ പറയാം, എനിക്ക് അവസരം തരണം.
അവസരം എന്താ ഞാൻ പറയാം. കാരണം നമുക്ക് ഒരു അടുത്ത 3 ദിവസം പതിറ്റാണ്ടിലേറെയായിട്ട് ഇരിക്കാം. ശബരിമലയെ ചൂട് നിൽക്കുന്ന ഒരു മാഫിയ ഉണ്ട്. തീർച്ചയായും നമുക്ക് അടുത്ത ദിവസം ഉണ്ടല്ലോ. കാരണം ഇനിയിപ്പോൾ ജാമ്യ ഹർജി, പോറ്റിയുടെ ജാമ്യ ഹർജിയും കോടതിയിൽ എത്തുകയാണ്. നമുക്ക് വീണ്ടും ഇരിക്കാം. നമ്മുടെ ഇന്നത്തെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ട് വളരെ നന്ദി. ശ്രീ എച്ച് സലാം, ശ്രീ റോജി എം ജോൺ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ശ്രീ ടി കെ രാജഗോപാൽ, ശ്രീ മധു മണിമല ചർച്ചയിൽ പങ്കെടുത്തതിന്.